ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ PYQ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മലയാളത്തിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് 2021 മുതൽ 2024 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകൾ കൂടിയാണ്. 4 ഓപ്ഷനും കൂടി ഡിസ്കസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായപദം, സമാന പദം, വിപരീത പദം, ശൈലികള്, പഴഞ്ചൊല്ലുകള് ചേർത്ത് എഴുതുക, അതേപോലെ തന്നെ എതിർലിംഗം, വചനം പിരിച്ചെഴുതുക, ഘടകപദം, നാമം, ക്രിയ, തദ്ധിതം, സന്ധി, സമാസം, വാക്കീയ വിഭാഗം, അർത്ഥവ്യത്യാസം, അർത്ഥം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. മറ്റുള്ളവരിലേക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് പദശുദ്ധിയാണ്. അപ്പോൾ പദശുദ്ധിയിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഏതൊക്കെ ഇനി നോക്കണം എന്നുള്ളത് കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നത്. പദശുദ്ധിയിൽ നമുക്ക് ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. യാദൃച്ഛികം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നത് LDC ബെവ്കോ 2023 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ യാദൃച്ഛികം എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം സതീർത്ഥ്യൻ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പഠിക്കുക. അതേപോലെ ശരിയായ പ്രയോഗം തിരിച്ചറിയുക. വിശ്വസ്തൻ, വിശ്വസ്തൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പറയുന്ന പദശുദ്ധിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. ശരിയായ പദം സാമ്രാട്ട്. ഓക്കെ, ഇനി ശരിയായ പദം ശരത്ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ശരിയായ പദം പാദസരം. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ് പാദസ്വരമാണോ പാദസരമാണോ എന്നുള്ളത്. അപ്പോൾ പാദസരം എന്നാണ് പറയാറുള്ളത്. ശരിയായ പ്രയോഗം വിമ്മിട്ടം, വിമ്മിഷ്ടം എന്നൊക്കെ വരും ഓപ്ഷനിൽ, പക്ഷെ അതല്ല ശരി, വിമ്മിട്ടമാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് പറയുന്നത്. ശരിയായ പദം പ്രായച്ചിത്തം, പ്രായച്ചിത്തം എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ശരിയായ പദം അതിഥി, അതിഥി എന്നിങ്ങനെയാണ് അതിഥി എന്നുള്ള ലെവലിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ശരിയായ പദം യൗവനം. ഓക്കെ, യൗവനം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, യൗവനം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. പദശുദ്ധി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളൂ. ഇത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാം. അപ്പൊ അത്രയും വേർഡ്സ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അഞ്ജനം എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്, അഞ്ജനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ജലി, അത്യുജ്വലം, അദ്വിതീയം, അനുച്ഛേദം, അഭിവാച്ച, അന്തഛിദം, അപഗ്രഥനം, അജ്ഞാനം, അസ്തമയം, അനാച്ഛാദനം, അഭ്യുകാംക്ഷി, അസന്ദിഗ്ധം, ഉന്മുഖം, ഉദാരീകരണം, ഉച്ഛിഷ്ടം, ഉദ്ഗ്രഥനം, ഉദ്ഗൃതം, ഉല്ലംഘനം, അതേപോലെ ഐക്യമത്യം, ഐക്യഖണ്ഡേന, ഐച്ഛികം, കവിയത്രി, കവയത്രി, ഗർവിഷ്ഠൻ, ജിജ്ഞാസ, തർജിമ, പാശ്ചാത്യം. അപ്പോൾ ഇത്രയും വേർഡ് ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പിന്നോക്കം, പ്രദക്ഷിണം, ബീഭത്സം, മധ്യാഹ്നം, മുന്നോക്കം, അതേപോലെ മൃത്യുഞ്ജയം, യജ്ഞം, യാദൃശികം, വിഡ്ഢിത്തം, വിദഗ്ധൻ, വിദ്യുശക്തി, അതേപോലെ വിശ്വസ്തൻ, വിമ്മിട്ടം, വ്യത്യസ്തം, ശരത്ചന്ദ്രൻ, ചിരച്ഛേദം, ശിപാർശ, സതീർത്ഥ്യൻ, സാഷ്ടാംഗം, സൃഷ്ടാവ്, ഹാർദം. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് കൂടിയും എന്ത് ചെയ്യുക, പദശുദ്ധി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കാരണം അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണെയാണ്. 2021 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ പഠിച്ചത്. ഓക്കെ, അടുത്തത് വാക്യശുദ്ധി. വാക്യശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് എപ്പോഴും, അതായത് മലയാളത്തിൽ 1 മാർക്ക് വരുന്നത് വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതായത് 4 സെന്റൻസ് വരും. ആ സെന്റൻസിൻ്റെ അകത്ത് എന്താണ് ശരിയായ വാക്യം എഴുതുക എന്നുള്ളതായിരിക്കും വരുന്നത്. മിക്കപ്പോഴും ഈ വാക്യശുദ്ധി എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ അത് പൗനരുക്തമായിരിക്കും, അല്ലെങ്കിൽ പ്രക്രമഭംഗമായിരിക്കും, അല്ലെങ്കിൽ
സമുച്ചയ എന്താണ് വികല്പദോഷം അല്ലെങ്കിൽ പാദദോഷം, എങ്ങനെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഭാഷാ പ്രയോഗങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ദോഷങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വാക്യശുദ്ധിയിൽ 1 മാർക്ക് നമുക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഓക്കെ, അടുത്തത് ഒരു വീട് തോറും കയറണം, ഓരോ വീട് തോറും കയറണം. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല, ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ള വാക്യം എന്നതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. എന്താണ്? ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല, ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല എന്നതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ഓക്കെ, അപ്പൊ അത് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ മെയിൻസ് 2023 ചോദിച്ച ചോദ്യമായിരുന്നു. വേണമെങ്കിൽ ഇനിയും ചോദിക്കാം. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല, അതാണത് അതിൻ്റെ അകത്ത് തെറ്റായ, അതായത് ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഭാഷാ പ്രയോഗങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ദോഷങ്ങളാണ് പൗനരുക്ത്യവും അതേപോലെ തന്നെ പ്രക്രമഭംഗം അല്ലെങ്കിൽ സമുച്ചയ വികല്പ ദോഷം അല്ലെങ്കിൽ പദദോഷം തുടങ്ങിയവ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പദമോ ആശയമോ വാക്യത്തിൽ വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ദോഷമാണ് പൗനരുക്ത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പദമായാലും അല്ലെങ്കിൽ ഒരു ആശയമായാലും വാക്യത്തിൽ വീണ്ടും വീണ്ടും അതേ സംഭവം തന്നെ പറയുന്നതിനെയാണ് നമ്മൾ പൗനരുക്ത്യം എന്ന പേരിൽ അല്ലെങ്കിൽ അതിനെ പുനരുക്തി എന്ന പേരിലും പറയാറുണ്ട്. ഓക്കെ, അതായത് സമാന അർത്ഥമുള്ള വാക്ക് ആവർത്തിക്കുന്നതാണ് ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ച തോറും വ്രതമനുഷ്ഠിക്കുക എൻ്റെ പതിവായിരുന്നു. അത് തെറ്റാണ്. എന്താണ്? എല്ലാ തിങ്കളാഴ്ച തോറും. ഓക്കെ, അപ്പോൾ എല്ലാം എന്ന് പറഞ്ഞിട്ട് പിന്നെ തിങ്കളാഴ്ച തോറും എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ്? അത് തെറ്റാണ്. അപ്പൊ എന്താണ്? തിങ്കളാഴ്ച തോറും വ്രതമനുഷ്ഠിക്കുക എൻ്റെ പതിവായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഒരിക്കൽ പറഞ്ഞതോ പറയാതെ സിദ്ധിക്കുന്നതോ ആയ കാര്യം എടുത്തു പറയുന്നതാണ് അർത്ഥ പൗരനുക്ത്യം എന്ന് പറയുന്നത്. അതായത് ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഒരു വാക്യത്തിലെ കർത്താവ്, കർമ്മം, ക്രിയ എന്ന പദക്രമത്തെ തെറ്റിക്കുന്നതാണ് പ്രക്രമഭംഗം എന്ന് പറയുന്നത്. പ്രക്രമഭംഗം, അതായത് മഴയത്ത് കരഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. ഓക്കെ, മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. ഓക്കെ, അപ്പൊ കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു എന്ന് പറഞ്ഞാലും മതി. അല്ലാതെ ഇനി മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ കരിഞ്ഞ നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു, അതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അക്ഷരത്തെറ്റുള്ളതോ അർത്ഥചേർച്ച ഇല്ലാത്തതോ ആയ പദം പ്രയോഗിക്കുന്നതാണ് പദദോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പദദോഷം. ഓക്കെ, അവരെ ഹാർദമായി സ്വാഗതം ചെയ്തു, അവരെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? നമുക്ക് ഓരോന്നും നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതെന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഒരു പദമോ ആശയമോ വാക്യത്തിൽ വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെ പൗനരുക്ത്യം എന്ന പേരിൽ പറയുന്നത്. സമാനാർത്ഥമുള്ള വാക്ക് ആവർത്തിക്കുകയാണെങ്കിൽ ശബ്ദ പൗനരുക്ത്യം എന്ന പേരിലാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഒരിക്കൽ പറഞ്ഞതോ പറയാതെ സിദ്ധിക്കുന്നതോ ആയ കാര്യം എടുത്തു പറയുന്നതാണ് അർത്ഥ പൗനരുക്ത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ. അതാണ് മെയിനായിട്ട് എന്തിൻ്റെ അകത്ത് വരുന്നത്? വാക്യശുദ്ധിയിൽ വരുന്നത്. ഓക്കെ, അടുത്തത് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ, അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. അടുത്ത ചോദ്യമാണ്, താഴെ പറയുന്നവയിലെ ശരിയായ രൂപം ഏതാണ്? പണ്ടുകാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. അടുത്തത്, പണ്ടുകാലത്തെ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇതിൻ്റെ അകത്ത് നമ്മുടെ ശരി എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾ നോക്കിയേ. അപ്പോൾ അതിൻ്റെ അകത്ത് പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. അതായത് നമ്മുടെ മൂന്നാമത്തെയാണ് ശരി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഇതാണ് എന്ത്? ശരിയായിട്ടുള്ള ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വാക്യശുദ്ധിയിൽ മെയിനായിട്ട്
പൗനരുക്തി അതേപോലെ തന്നെ പുനരുക്തി, ഈ പറയുന്ന കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇതായിരിക്കും വരാറുള്ളത്, വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്തതാണ് നമുക്ക് വരാറുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പരിഭാഷ എന്ന് പറയുന്നത്. പരിഭാഷ. അപ്പോൾ പരിഭാഷ എന്ന് പറയുന്നത് എന്നും PSC ചോദിക്കാറുണ്ട്. മലയാളത്തിൽ ഒരെണ്ണം ആ ഒരു വിഭാഗത്തിൽ നിന്നുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിഭാഷയിൽ നമുക്ക് വന്നിരിക്കുന്നതാണ്, ഇത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, ആപ്പിൾ ഓഫ് ദ ഐ. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം എന്താണ്? ഓക്കെ, എപ്പോഴും ചോദിക്കുകയാണ് ഈ ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആപ്പിൾ കണ്ണുകൾ, വലിയ കണ്ണുകള്, കണ്ണിലുണ്ണി, കൺകുരു. ഓക്കെ, ഏതാണ്? നമുക്ക് ഓപ്ഷൻ തന്നെ നമുക്ക് ചാടി കയറി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, കാരണം അത്രയ്ക്ക് സിമ്പിളാണ്, നമ്മൾ പറഞ്ഞേക്കുന്നതുമാണ്. കണ്ണിലുണ്ണി എന്നതാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്നതിൻ്റെ വിവർത്തനം എന്ന് പറയുന്നത്, കണ്ണിലുണ്ണി. അടുത്തത് ഹെർക്കൂലിയൻ ടാസ്ക് എന്നതിൻ്റെ സമാനമായ പ്രയോഗം ഏതാണ്? ഹെർക്കൂലിയൻ ടാസ്ക്. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഭഗീരഥ പ്രയത്നത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്, ഭഗീരഥ പ്രയത്നം. അടുത്ത ചോദ്യം, ഹി വുഡ് യു ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ് എന്നതാണ്. ഓക്കെ, നോക്കിയേ, ഞാൻ ക്ഷണിച്ചില്ലെങ്കിലും അവൻ വരുമായിരുന്നു, ഞാൻ ക്ഷണിച്ചിട്ടും അവൻ വന്നില്ല, ഞാൻ ക്ഷണിക്കാതിരുന്നിട്ടും അവൻ വന്നു, ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ശരി എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, അതായത് ഹി വുഡ് യു ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ, ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം, എ ഡിക്രീസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ. ഡിക്രി എന്ന് പറയുന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിധി എന്നതാണ് ഡിക്രി എന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത്, വിധി എന്നാണ്. ഓക്കെ, അടുത്തത് തെറ്റായ തർജിമ ഇത് ഏതാണ് ഇതിൽ? ഓക്കെ, ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ. കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണപ്പെട്ടു. 11th ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണി. റെഡ് ടേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുവന്ന നാട. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ തർജിമ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? അതായത് ഓപ്ഷൻ 1 ആണ് തെറ്റായിട്ടുള്ളത്. അതായത് ഇത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണിത്. അപ്പോൾ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്ന 1ാമത്തെയാണ്. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? അതാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ളത്. ബി എന്ന് പറയുമ്പോൾ 1 മാത്രമാണ് ഇതിൻ്റെ അകത്ത് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, 1 മാത്രമാണ് ഇതിൻ്റെ അകത്ത് തെറ്റ്. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നതാണ് ഇതിൻ്റെ തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ശരിയായ മലയാള തർജിമ ഏതാണ്? ശരിയായ മലയാള തർജിമ ഏതാണ്? ഓക്കെ, നോക്കി, ഫ്ലൈ ഓൺ ദ വാൾ, നേരത്തെ ഉണരുന്ന ആൾ. അടുത്തത് ഔട്ട് ഓഫ് ദ ലാൻഡ്, അതീവ സന്തോഷം. ഡൗൺ ടു എർത്ത്, ഗൗരവ സംഭവം. അടുത്തത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരളമായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ള തർജിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെയാണ്. നമ്മുടെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നതാണ് എന്ത്? ശരിയായിട്ടുള്ള തർജിമ എന്ന് പറയുന്നത്. അതായത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ വെരി റെയർ ഒക്കറൻസ്, അല്ലെങ്കിൽ വിരളമായി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. യോഗത്തിൽ ഏകദേശം 50ഓളം ആളുകൾ പങ്കെടുത്തു. യോഗത്തിൽ ഏകദേശം 50ഓളം ആളുകൾ പങ്കെടുത്തു. ഏകദേശം യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. ആളുകൾ ഏകദേശം ആയി 50ഓളം പങ്കെടുക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ഇതിൻ്റെ അകത്തെ സെന്റൻസ് ഏതാണ് ഇതിൻ്റെ അകത്ത്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു എന്നതാണ് ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യോഗത്തിൽ ഏകദേശം 50ഓളം
യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് ശരിയെന്ന് പറയുന്നത്. ഈ വാക്യത്തിൽ ശരിയായിട്ടുള്ളത് യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു എന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും PSC ചോദിക്കുന്ന പരിഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിച്ചു പോകാം. അപ്പോൾ എന്ത് ചെയ്യുക? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ. എന്താണ് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ എന്ന് ചോദിച്ചാൽ കടലിൽ കായം കലക്കുക. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിൽ കായം കലക്കുക. ഓക്കെ, അടുത്തത് എ ഫോർ തോട്ട്. എ ഫോർ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കരുതിക്കൂട്ടിയുള്ള കാര്യത്തെയാണ് എ ഫോർ തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. ഓക്കെ, സ്നേക്ക് ഇൻ ദ ഗ്രാസ്. ഓക്കെ, സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് കപട സുഹൃത്ത്. കപട സുഹൃത്തുക്കളെ ഇനി പോലും നമ്മൾ എന്ത് ചെയ്ത് എങ്ങനെ പറഞ്ഞാൽ മതി? ഇവൻ ഒരു സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നീ ഒരു സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആണ് എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താണ്? കപട സുഹൃത്താണ് എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആരാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, വെറുതെ രസത്തിന്. ഓക്കെ, ഇനി അടുത്തതാണ് എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ. ഓക്കെ, എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തർക്ക വിഷയത്തെയാണ് എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, തർക്ക വിഷയം. അടുത്തത് എബൌട്ട് ഫേസ്. എബൌട്ട് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നയം മാറ്റുക എന്നതാണ് എബൌട്ട് ഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ആഫ്റ്റർ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻബുദ്ധിക്കാണ് ആഫ്റ്റർ തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ ഹോട്ട് പൊട്ടറ്റോ. എ ഹോട്ട് പൊട്ടറ്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സങ്കീർണ പ്രശ്നത്തെയാണ് എ ഹോട്ട് പൊട്ടറ്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫിഫ്ത്ത് കോളം. ഫിഫ്ത്ത് കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം പത്തി, അതായത് അവസരവാദി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസരവാദി, ഒറ്റുകാരൻ എന്നൊക്കെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫിഫ്ത്ത് കോളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹോം ട്രൂത്ത്. ഹോം ട്രൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്രിയ സത്യമാണ് ഹോം ട്രൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ലൈക്ക് എ കാറ്റ് ഓൺ ദ ബ്രിക്സ്. ലൈക്ക് എ കാറ്റ് ഓൺ ദ ബ്രിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്വസ്ഥനായ ആളെയാണ് ലൈക്ക് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ് എന്ന് പറയുന്നത്. ലൈക്ക് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? അസ്വസ്ഥനായ ആളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ലൈവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അരിഷ്ടിച്ചു ജീവിക്കുക. ഓക്കെ, അരിഷ്ടിച്ച് ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പിശുക്കി ജീവിക്കുക എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് വൺസ് ഇൻ എ വേ. ഓക്കെ, വൺസ് ഇൻ എ വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപൂർവമായി നടക്കുന്ന, അല്ലെങ്കിൽ അപൂർവമായത് എന്നതാണ് വൺസ് ഇൻ എ വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് സെറ്റ് വൺസ് ഹേർട്ട് ഓൺ. സെറ്റ് വൺസ് ഹേർട്ട് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് വൺ ഹെഡ്സ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായി മോഹമുണ്ടാകുക. അപ്പോൾ സെറ്റ് വൺസ് ഹേർട്ട് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായ മോഹത്തെയാണ് സെറ്റ് വൺസ് ഹേർട്ട് ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്യൂരിയോസിറ്റി കിൽഡ് ദ കാറ്റ്. ക്യൂരിയോസിറ്റി കിൽഡ് ദ കാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സ്വയം പ്രശ്നത്തിൽ ചാടുന്നതിനെയാണ് ക്യൂരിയോസിറ്റി കിൽഡ് ദ കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കംസ് അക്രോസ്. കംസ് അക്രോസ് എന്താണ്? കംസ് അക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകസ്മികമായി കണ്ടുമുട്ടുന്നതിനെയാണ് കംസ് അക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കംസ് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ആകസ്മികമായി കണ്ടുമുട്ടുക. ഓക്കെ, അടുത്തത് കോൾ ഫോർ. കോൾ ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആജ്ഞാപിക്കുക എന്നതാണ് കോൾ ഫോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് പുഷ് ദ ബോട്ട് ഔട്ട്. പുഷ് ദ ബോട്ട് ഔട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? ആഘോഷിക്കുക. ആഘോഷിക്കുക എന്നതാണ് എന്തെന്ന് പറയുന്നത്? പുഷ് ദ ബോട്ട് ഔട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഘോഷിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എ ഫെയർ വെതർ ഫ്രണ്ട്. എ ഫെയർ വെതർ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ വെതർ ഫ്രണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആപത്തിൽ ഉതകാത്ത സ്നേഹിതനെയാണ് എ ഫെയർ വെതർ ഫ്രണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ടു ബി അറ്റ് ദ എക്രോസ് ദ പർപ്പസ്. ഓക്കെ, ടു ബി അറ്റ് എക്രോസ് പർപ്പസ്. ടു ബി അറ്റ് എക്രോസ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യോന്യം തെറ്റിദ്ധരിപ്പിക്കുക. അന്യോന്യം തെറ്റിദ്ധരിപ്പിക്കുക. ഓക്കെ, അടുത്തത് ടു ബിലോ വൺസ് ഓൺ ട്രംപറ്റ്. ടു
ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മപ്രശംസ നടത്തുന്നതിനെയാണ് ടു എന്താണ് ബ്ലോ വൺസ് ട്രംപറ്റ്. ടു ബ്ലോ വൺസ് ട്രംപറ്റ് ആണ് കേട്ടോ, ബിലോ അല്ല, ടു ബ്ലോ വൺസ് ട്രംപറ്റ്. ഓക്കെ, ഇനി ടു ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ആരംഭിക്കുന്നതിനെയാണ് ടു ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറയുന്നത്. ടു ക്യാച്ച്ഡ് റെഡ് ഹാൻഡഡ്. ഓക്കെ, ടു ക്യാച്ച്ഡ് റെഡ് ഹാൻഡഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്, നിരുത്സാഹപ്പെടുത്തുക എന്നതാണ്. ടു ക്യാച്ച് റെഡ് ഹൺഡ്രഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, തൊണ്ടിയോടെ പിടിക്കുക. ഓക്കെ, അടുത്തത് ടു ത്രോ കോൾഡ് വാട്ടർ ഓൺ. ടു ത്രോ കോൾഡ് വാട്ടർ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ടു ത്രോ കോൾഡ് വാട്ടർ ഓൺ എന്ന് വെച്ചാൽ നിരുത്സാഹപ്പെടുത്തുക. ഓക്കെ, അടുത്തത് ടു റിപ്പ് ഇൻ ദ ബഡ്. ടു റിപ്പ് ഇൻ ദ ബഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്, നുള്ളിയെടുക്കുക. ടു റിപ്പ് ഇൻ ദ ബഡ്, മുളയിലെ നുള്ളിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ടു റിപ്പ് ഇൻ ദ ബഡ് എന്ന് പറയുന്നത്, മുളയിലെ നുള്ളിയെടുക്കുക. അതേപോലെ ടു ത്രോ കോൾഡ് വാട്ടർ നിരുത്സാഹപ്പെടുത്തുക. അതേപോലെ ടു ക്യാച്ച് റെഡ് ഹൺഡ്രഡ് എന്ന് ചോദിച്ചാൽ തൊണ്ടിയോടുകൂടി കണ്ടെത്തുക. തൊണ്ടിയോടുകൂടി കണ്ടെത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടു ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത് തൊണ്ടിയോടെ കണ്ടെത്തുക അല്ലെങ്കിൽ പിടികൂടുക എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ടു ക്യാച്ച്ഡ് റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അതായത് ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് ചോദിച്ചാൽ രഹസ്യം പുറത്തറിയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ രഹസ്യം പുറത്തറിയുക. അടുത്തത് ടു സ്മെൽ എ റാറ്റ്. ടു സ്മെൽ എ റാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സംശയാസ്പദമായി, അതിനെയാണ് ടു സ്മെൽ എ റാറ്റ്. ഓക്കെ, അടുത്തത് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് ചോദിച്ചാൽ ഉപജീവനത്തെയാണ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അപ്പിയറൻസ് ആർ ഓഫൺ ഡെസിപ്റ്റീവ്. ഓക്കെ, അപ്പിയറൻസ് ആർ ഓഫൺ ഡെസിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, അതാണ് എന്തെന്ന് പറയുന്നത്, അഴകുള്ള ചക്കയിൽ ചുളയില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല. റൗണ്ട് ദ ക്ലോക്ക്. റൗണ്ട് ദ ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 24 മണിക്കൂറും, അതായത് വിശ്രമമില്ലാത്ത പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ എന്ന് വെച്ചാൽ ഉടനെ നടക്കാൻ സാധ്യതയുള്ള കാര്യത്തെയാണ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ എന്ന് പറയുന്നത്. അടുത്തത് ടു ആഡ് ഫ്യൂൽ ടു ദ ഫ്ലെയിം. ടു ആഡ് ഫ്യൂൽ ടു ദ ഫ്ലെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരിതീയിൽ എണ്ണയൊഴിക്കുക. എരിതീയിൽ എണ്ണയൊഴിക്കുക, ഇത് എപ്പോഴും BSc ചോദിക്കുന്നുണ്ടോ, ആഡ് ഫ്യൂൽ ടു ദ ഫ്ലെയിം അല്ലെങ്കിൽ ആഡ് ഫ്യൂൽ ടു ദ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിതീയിൽ എണ്ണയൊഴിക്കുക. കീപ്പ് വൺസ് ഹെഡ് എബവ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുക. ഓക്കെ, അടുത്തത് മാൻ ഓഫ് ആക്ഷൻ. മാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, മാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് കർമ്മോത്സുകനായിട്ടുള്ള ആളുകളെയാണ് മാൻ ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പൊയറ്റിക് ട്രിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, പൊയറ്റിക് ട്രിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവിത്രയം എന്നതാണ് പൊയറ്റിക് ട്രിനിറ്റി. അടുത്തത് സ്ലീപ്പിംഗ് പാർട്ട്ണർ. എന്താണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്, കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളിയാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്ന് ചോദിച്ചാൽ കാലവും തിരമാലയും ആർക്ക് വേണ്ടിയും നിൽക്കില്ല എന്ന് പറയുന്നതാണ് ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ഓക്കെ, അടുത്തത് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. എന്താണ്, നമ്മൾ എപ്പോഴും പറയണതാണ് കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയുന്നതാണ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, അടുത്തതാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. എന്താണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറിയാണ്, കെട്ടുകഥകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അടുത്തത് ഗ്രീസ് ദ പാം. ഗ്രീസ് ദ പാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഗ്രീസ് ദ പാം അതായത് കൈക്കൂലി കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീസ് ദ പാം എന്ന് പറയുന്നത് കൈക്കൂലി കൊടുക്കുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് അതായത് പരിഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് പോകുന്നത് മുമ്പ് ഇതെല്ലാം എന്ത് ചെയ്യുക,
ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുന്നതായിരിക്കും, ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിയുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് PSC എന്ന് പറയുന്ന ചാനലിലേക്ക് നമുക്കത് ഇട്ടേക്കാം. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് വായിച്ച് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഒറ്റപ്പദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒറ്റപ്പദവുമായി ബന്ധപ്പെട്ട ബലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അത് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. ബലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാന്നുള്ളത്, അതിനെയാണ് നിഷ്കാമം. ബലേച്ഛ കൂടാതെ നിഷ്കാമം. ഓക്കെ, ഇനി ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജിജ്ഞാസു എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറിയാൻ ആഗ്രഹമുള്ള ആളെ വിളിക്കുന്നതാണ് എന്ത്? ജിജ്ഞാസു എന്ന്. ഓക്കെ, ഇനി കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിപാസു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുടിക്കാൻ ആഗ്രഹമുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിപാസു എന്ന പേരിൽ വിളിക്കുന്നത്. ഒറ്റപ്പദമാണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു മാർക്ക് അതിൻ്റെ ഒന്ന് വരുന്നതായിരിക്കും ഉറപ്പായിട്ടും. പറയാൻ ആഗ്രഹിക്കുന്ന എന്നർത്ഥം വരുന്ന പദം ഏതാന്ന് ചോദിച്ചാൽ അതാണ് വിവശ. വിവശ എന്നതാണ് പറയാൻ ആഗ്രഹമുള്ളത്. ഓക്കെ, പരിണാമത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പാരിമാണികം. അപ്പോൾ പാരിമാണികമാണ് പരിണാമത്തെ കുറിക്കുന്നത്. ഓക്കെ, ഇനി ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത്. കൃഷിയെ സംബന്ധിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാർഷികം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ബുഫൂഷു. ഓക്കെ, ബുഫൂഷു ആണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന് പറയുന്നത്. ഇനി അയക്കുന്ന വ്യക്തി എന്ന അർത്ഥം ഉപയോഗിക്കുന്ന ഒറ്റപ്പദമാണ് പ്രേഷിതാവ്. പ്രേഷിതാവാണ് അയക്കുന്ന വ്യക്തി എന്ന അർത്ഥം വരുന്നത്, പ്രേഷിതാവ്. ചിലപ്പോൾ ഈ നമ്മൾ ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചില വേർഡ്സ് ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ചില വേർഡ്സിലൊക്കെ തെറ്റ് വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്നാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചില വാക്കുകളിൽ വരുന്ന മിസ്റ്റേക്കുകൾ എല്ലാവരും ക്ഷമിക്കുക. മറ്റൊന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ്. കാരണം ഇനി ഇതെല്ലാം പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം വായിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. എന്നാലും ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ വരും. അപ്പോൾ ഞാൻ മാത്രമാണിത് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാവരും അതെന്ത് ചെയ്യുക, ഒന്ന് ക്ഷമിക്കുക. അത്രയാണ് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. ഓക്കെ, ഇനി പര്യായ പദവും സമാന പദവും എഴുതുക. അഗ്നി എന്നതിൻ്റെ പര്യായ പദം എഴുതുക. അനലൻ എന്നാണ് അഗ്നി. ശാരിക എന്ന വാക്കിൻ്റെ. അപ്പോൾ അതിക്ക് മുന്നേ ആയിട്ടേ നമുക്ക് ഈ ഒറ്റപ്പദത്തിൻ്റെ കുറച്ച് പദങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് ഋജുവായ ഭാവത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആർജവം എന്നാണ് വിളിക്കുന്നത്. ഋജുവായ ഭാവത്തെ ആർജവം എന്നാണ് വിളിക്കുന്നത്. ഗുരുവിന്റെ ഭാവത്തെയാണ് നമ്മൾ ഗൗരവം എന്നാണ്, അതിന്റെ ഒറ്റപ്പദമാണ് ഗൗരവം. ഗുരുവിന്റെ ഭാവം ഗൗരവം. മുനിയുടെ ഭാവമാണ് മൗനം എന്ന് പറയുന്നത്. മുനിയുടെ ഭാവം മൗനം. ദൂതന്റെ പ്രവൃത്തിയാണ് ദൗത്യം എന്ന് പറയുന്നത്. ദൂതന്റെ പ്രവൃത്തി ദൗത്യം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്ന ആളിനെയാണ് നമ്മൾ വക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, പറയുന്ന ആളിനെ വക്താവ് എന്നാണ് പറയുന്നത്. കേൾക്കുന്ന ആളാണെങ്കിൽ അത് ശ്രോതാവാണ്. ഓക്കെ, കേൾക്കുന്ന ആള് ശ്രോതാവ്. അയക്കുന്ന ആളാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത്. അയക്കുന്ന ആള് പ്രേക്ഷകൻ. കാണപ്പെട്ടവനാണ് പ്രേഷിതൻ എന്ന് പറയുന്നത്. കാണപ്പെട്ടവൻ പ്രേഷിതൻ. കാണുന്നയാളെ പ്രേക്ഷകൻ എന്നാണ് പറയുന്നത്. അയക്കപ്പെട്ടവനെയാണെങ്കിൽ പ്രേഷിതൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പറയുന്ന ആളാണ് എന്ത്? വക്താവ് എന്ന് പറയുന്നത്. കേൾക്കുന്ന ആളാണ് ശ്രോതാവ്. അയക്കുന്ന ആളാണ് എന്ത്? പ്രേക്ഷകൻ എന്ന് പറയുന്നത്. കാണപ്പെട്ടവനാണ് പ്രേഷിതൻ. കാണുന്നയാളെ പ്രേക്ഷകൻ എന്ന് പറയുന്നു. അയക്കപ്പെട്ടവനാണ് പ്രേഷിതൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റേ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കുള്ളത് നോക്കാം. അതായത് അച്ഛൻ്റെ അച്ഛനെ നമ്മൾ പിതാമഹൻ എന്നാണ് വിളിക്കുന്നത്. എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ പിതാമഹനാണ്. അച്ഛൻ്റെ അമ്മ പിതാമഹി. അമ്മയുടെ അച്ഛനെ മാതാമഹൻ എന്നാണ് പറയുന്നത്. അമ്മയുടെ അമ്മ മാതാഹി എന്നും. പിതൃ സഹോദരനെ നമ്മൾ താതകു എന്നാണ് പറയുന്നത്. പുത്രന്റെ ഭാര്യ സ്നുഷയാണ്. പുത്രന്റെ ഭാര്യയെ നമ്മൾ സ്നുഷ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുത്രന്റെ പുത്രനാണെങ്കിൽ പൗത്രനാണ്. പുത്രന്റെ പുത്രൻ പൗത്രൻ. പുത്രന്റെ പുത്രി ആണെങ്കിൽ പൗത്രി എന്നാണ് നമ്മൾ പറയുന്നത്.
ഭാര്യയുടെ പിതാവാണ് ശശുരൻ. ശശുരനാണ് ഭാര്യയുടെ പിതാവിനെ നമ്മൾ ശശുരൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പിതാവിനെയൊക്കെ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക? ശശുരൻ എന്നാണ് വിളിക്കേണ്ടത്. ഓക്കെ. ഇനി ഭർത്താവിൻ്റെ ഭാര്യയുടെയും അമ്മയാണ് ശശ്രു എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മകളുടെ ഭർത്താവിനെ ജാമാതാവ് എന്നാണ് വിളിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ മകളുടെ ഭർത്താവ് ജാമാതാവ്, മകളുടെ മകളാണെങ്കിൽ ദൗഹിത്രി. ഇത് എപ്പോഴും BSc ചോദിക്കണേ കേട്ടോ. ദൗഹിത്രി ആരാണ്? ജാമാതാവ് ആരാണ്? അതേപോലെ മകളുടെ മകനെ പറയുന്നതാണ് ദൗഹിത്രൻ. ദൗഹിത്രനാണ് മകളുടെ മകൻ. ഇനി മുത്തച്ഛന്റെ പിതാവാണ് എന്ത്? പ്രപിതാമഹൻ. പ്രപിതാമഹൻ എന്നാണ് മുത്തച്ഛന്റെ പിതാവ്. സഹോദരി പുത്രനെയാണ് ഫാഗിനേയൻ എന്ന് പറയുന്നത്. സഹോദരി പുത്രൻ ഫാഗിനേയൻ. സഹോദരിയുടെ മകളെയാണ് ഫാഗിനേയി എന്ന് പറയുന്നത്. ഫാഗിനേയിയാണ് സഹോദരിയുടെ മകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അറിയാൻ ആഗ്രഹിക്കുന്നയാളെയാണ് ജിജ്ഞാസു എന്ന് പറയുന്നത്. അറിയാൻ ആഗ്രഹിക്കുന്നയാളാണ് ജിജ്ഞാസു. അറിയാനുള്ള ആഗ്രഹത്തെ ജിജ്ഞാസ എന്നാണ് പറയുന്നത്. അറിയാനുള്ള ആഗ്രഹത്തെ ജിജ്ഞാസ എന്നും, അഗ്നിയെ സംബന്ധിച്ചത് ആഗ്നേയം എന്നാണ് പറയുന്നത്. അഗ്നിയെ സംബന്ധിച്ചത് ആഗ്നേയം. ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? സാപേക്ഷത എന്ന് പറയുന്നത്. സാപേക്ഷത എന്ന് പറയുന്നത് ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥ. ഈശ്വര വിശ്വാസമുള്ളവൻ എന്ന് പറയുന്നത് അസ്തികൻ എന്നതാണ്. ഈശ്വരവിശ്വാസമുള്ളവനെ അസ്തികൻ എന്നാണ് പറയുന്നത്. ഈശ്വരവിശ്വാസം ഇല്ലാത്തവനാണ് നാസ്തികൻ എന്ന് പറയുന്നത്. ഓക്കെ. ഉയരമുള്ളവൻ പ്രാംശു എന്നാണ് പറയുന്നത്. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്ന് പറയുന്നത് ഉത്കർഷേച്ചു. ഉത്കർഷേച്ചു ആണ് ഉയർച്ച ആഗ്രഹിക്കുന്നവൻ. കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ എന്ന് പറയുന്നത്. കുടിക്കാനുള്ള ആഗ്രഹം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? പിപാസു എന്നാണ് പറയുന്നത്. ഇനി കടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് തിതിർഷു. തിതിർഷു ആണ് കടക്കാൻ ആഗ്രഹിക്കുന്നയാള്. കാണാനുള്ള ആഗ്രഹമാണ് ദിദൃശ. ദിദൃശയാണ് കാണാനുള്ള ആഗ്രഹത്തെ നമ്മൾ പറയുന്നത്. ഇനി കാണാൻ ആഗ്രഹിക്കുന്നയാളാണ് ദിദൃഷു. ദിദൃഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്നയാള്. ഓക്കെ. ഇനി ക്ഷമാശീലമുള്ളവൻ എന്ന് പറയുന്നത് തിദിഷു ആണ്. ക്ഷമാശീലം ഉള്ളവൻ. ഗ്രഹിക്കാനുള്ള ആഗ്രഹമാണ് ജികൃഷ. ജികൃഷയാണ് ഗ്രഹിക്കാനുള്ള ആഗ്രഹം. ചെയ്യാനുള്ള ആഗ്രഹമാണെങ്കിലോ ചെയ്യാനുള്ള ആഗ്രഹം അതാണ് ചികീർഷ എന്ന് പറയുന്നത്. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ജിഗീഷു. പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ പിപടിഷ. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, പഠിക്കുവാൻ ആഗ്രഹമുള്ളയാൾ എന്നൊക്കെ പറയുന്നത് പിപടിഷു ആണ്. പിപടിഷു. ഓക്കെ. ഇനി പറയാനുള്ള ആഗ്രഹമാണ് വിവശ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ബുഭുക്ഷു. ഇനി ഭക്ഷിക്കാനുള്ള ആഗ്രഹമുള്ളത് ബുഭുക്ഷ. അതേപോലെ മോക്ഷണം ആഗ്രഹിക്കുന്നയാളെ എന്നാണ് നമ്മൾ പറയുന്നത് മുമുക്ഷു എന്ന് പറയുന്നതാണ്. മോഷ്ടിക്കാൻ ആഗ്രഹമുള്ള ആളെ. ഓക്കെ. ഇനി ആവർത്തിച്ചു പറയുന്നവനെയാണ് അനുഗാദി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഓരോ ചോദ്യങ്ങളും എടുത്ത് ആവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്താണ്? ഒരു അനുഗാദിയാണ്. ഓക്കെ. അപ്പോൾ ആവർത്തിച്ചു പറയുന്നവനാണ് അനുഗാദി. അനുഗാനം ചെയ്യുന്നവനാണ് അനുഗായി. അപവാദം പറയുന്നവനെയാണ് പരിവാദകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. അപവാദം പറയുന്നവനാണ് പരിവാദകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി അതിരില്ലാത്തത് എന്ന് പറഞ്ഞാൽ നിസ്സീമമാണ്. അതിരില്ലാത്തത് നിസ്സീമം. ഓക്കെ. ഇനി ലോകത്തെ സംബന്ധിച്ചതാണ് ലൗകികം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒറ്റവാക്ക്. ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികമാണ്. ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം. ശരീരത്തെ സംബന്ധിച്ചതാണ് ശാരീരികം. ഓക്കെ. ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം. ഇനി ഗൃഹത്തെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഗാർഹികം. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. ഉദ്യോഗത്തെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഔദ്യോഗികമാണ്. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം. വ്യക്തിയെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ വൈയക്തികമാണ്. വൈയക്തികത്തെയാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തിയെ സംബന്ധിച്ചത് എന്ന് പറയുന്നത് വൈയാക്തികമാണ്. വ്യക്തിയെ സംബന്ധിച്ചത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഒരൊറ്റപ്പദം നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഓക്കെ. ഇനി പര്യായ പദവും സമാന പദവും അതും എപ്പോഴും BScക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്നും ഒരെണ്ണം എന്ത് ചെയ്യുക? പഠിച്ചു പോകണം. ഓക്കെ. അഗ്നി എന്നതിൻ്റെ പര്യായ പദം എഴുതുക. അനലൻ എന്നുള്ളതാണ്.
ശാരിക എന്ന വാക്ക്. ഓക്കെ, ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏതാ എന്നായിരുന്നു ചോദിച്ചത്. ഇതിൻ്റെ അകത്ത് ഏതാണ് ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്തതാണ് ചകോരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ഇത് ചോദിച്ചത് പോലീസ് കോൺസ്റ്റബിൾ IRB 2023 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അത് ചോദിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഞായർ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതാണ്? ഇത് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് ആണ് ചോദിച്ചത് 2023. അത് ഏതാണ് പര്യായമല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുധാകരനാണ്. ഓക്കെ, ഞായർ എന്ന പദത്തിന്റെ എന്താണ് പര്യായമല്ലാത്തതാണ് സുധാകരൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കാട് പര്യായ ശബ്ദം കണ്ടെത്തുക. കാട് എന്നതിന്റെ പര്യായ ശബ്ദം എന്താന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത് അടവി. ഓക്കെ, പര്യായ ശബ്ദം കാട് എന്നതിന്റെ പര്യായ ശബ്ദം കണ്ടെത്തുക എന്നാണ്. ഏതാണ്? അടവിയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ച് പര്യായങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. കാരണം എക്സാമിന് പര്യായത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തേനിന്റെ പര്യായമാണ് മധു, മരന്തം, മടു, മകരന്തം. ഓക്കെ, അപ്പൊ തേനാണ് മധു, മരന്തം, മടു, മകരന്തം. പാലിന്റെ ആണ് ക്ഷീരം, അതേപോലെ തന്നെ ദുഗ്ധം, പയസ്. ഇതൊക്കെ പാലിന് പറയുന്ന പര്യായമാണ്. നെയ്യിന് പറയുന്ന പര്യായ പദമാണ് എന്തൊക്കെ? നവനീതകം, കൃതം, ആഞ്ച്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെണ്ണയ്ക്ക് പറയുന്ന പര്യായമാണ് നവനീതം, നവനി, ഗവ്യം, ദധിജം, ദധിസാരം. ഓക്കെ, ഇനി തൈരിന് പറയുന്നതാണ് ദധി, ക്ഷീരജം. ഓക്കെ, മോരിന് പറയുന്നതാണ് അരിഷ്ടം, ഉദശ്വിത്ത്, തക്രം, ഗോരസം, മദിതം, കാം. ഇതൊക്കെ എന്തിനു പറയുന്ന ഘടം. ഇതൊക്കെ എന്തിനു പറയുന്നതാ? മോരിന് പറയുന്നതാണ്. ഓക്കെ, ഇനി അമ്മയുടെ പര്യായമാണ് എന്തൊക്കെയാണ്? ജനയിത്രി, ജനനി, ജനിത്രി, അംബ, പ്രസു, മാതാവ്. ഇതൊക്കെ അമ്മയുടെ പര്യായമാണ്. അടുത്തത് അച്ഛനാണ് ജനകൻ, പിതാവ്, താതൻ, ജനിതാവ്. ഓക്കെ, അച്ഛന്റെ പര്യായം. അനുജന്റെ പര്യായമാണ് അവരജൻ, കനിഷ്ഠൻ, അതേപോലെ ജഘന്യൻ, യവിയാൻ, കനിയാൻ, അനിയൻ, അനുജാതൻ. ഓക്കെ, ഇനി പുത്രിയുടെ പര്യായമാണ് ആത്മജ, തനയ, തനൂജ, മകൾ, നന്ദിനി. ഓക്കെ, ഇനി മകന്റെ പര്യായമാണ് പുത്രൻ, തനയൻ, ആത്മജൻ, നന്ദനൻ, സുതൻ. ഓക്കെ, ഇതൊക്കെ എന്തിൻ്റെയാണ്? മകന്റെ പര്യായമാണ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇനി അഗ്നിയുടെ പര്യായമാണ് ജ്വാല, കീല, അർച്ചിസ്, ഹേതി, ശിഖ, അനലൻ, വഹി, അതേപോലെ പാവകൻ. ഓക്കെ, അപ്പൊ ഇത് എന്തിൻ്റെയാണ്? അഗ്നിയുടെ പര്യായമാണ്. ഓക്കെ, ഇനി അമ്പിന്റെ പര്യായം എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ശരം, ബാണം, വിശിഖം, അസ്ത്രം, സായകം. ഇതാണ് അമ്പിന്റെ പര്യായം എന്ന് പറയുന്നത്. ഓക്കെ, ആവനാഴി എന്നതിന്റെ പര്യായമാണ് തുണീരം, തുണി, അമ്പുറ എന്നുള്ളത്. തേരാണ് സൃന്ദനം, രഥം, ചക്രായനം. തേരാളിയാണ് സാരഥി, സൂതൻ, ഷദാവ്. യുദ്ധത്തിന്റെ ആണ് അടർ, പോര്, രണം, അഹ്വം. ഓക്കെ, വാളിന്റെ ആണ് അസി, കൃപാണം, കണ്ടകം. വില്ലാണെങ്കിൽ ധനുസ്, പാപം, ചാപം, കോദണ്ഡം, കാർമുഖം എന്നതാണ് വില്ലിന്റെ. ഓക്കെ, ഇനി പകൽ എന്ന് പറയുന്നത് ക്രസം, ദിനം, അഹസ്, വാസരം, ദിവസം. രാത്രിക്കാണ് നിശ, നിശീദിനി, രജിനി, യാമിനി, നക്തം. പ്രഭാതമാണ് ഉഷസ്, കാല്യം, വിഫാദം, പുലരി, പ്രത്യുഷം. ഇരുട്ടിന്റെ ആണ് തമസ്, അതേപോലെ തന്നെ ധ്വാന്തം, അന്ധകാരം, തിമിരം. ക്ഷത്രിയനാണ് ബാഹുജൻ, രാജന്യൻ, വിരാട്ട്. ഇനി ക്ഷമയാണ് ശാന്തം, സഹിത്രം, ശാന്തി, തിദിഷ എന്നൊക്കെ പറയുന്നത് ക്ഷമയ്ക്ക് പറയുന്ന എന്താണ് പര്യായങ്ങളാണ്. ഇനി എന്താണ്? മഞ്ഞിനെ പറയുന്നതാണ് പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം. ഇതൊക്കെ എന്താണ്? മഞ്ഞിനെ പറയുന്നതാണ്. ഇനി ചന്ദ്രനെ പറയുന്നതാണ് ഇന്ദു, അമ്പിളി, ഉടുപതി, തിങ്കൾ,
മൃഗാങ്കൻ, ശശാങ്കൻ, യണാങ്കൻ, ശശി, ശശി സുധാംശു, സോമൻ, ചന്ദ്രൻ, സുധാകരൻ. ഇതൊക്കെ എന്തിനെ പറയുന്നതാ? ചന്ദ്രനെ പറയുന്നതാ. ഓക്കെ. ഇനി സൂര്യനെ പറയുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഭാനു, ആദിത്യൻ, സവിതാവ്, ദിനകരൻ, പ്രഭാകരൻ, ഇനനൻ, അർക്കൻ, പകലോൻ, ദിവാകരൻ, ഭാസ്കരൻ, രവി, തപനൻ, ദിനേശൻ, മിത്രൻ, മാർത്താണ്ഡൻ, അരുണൻ, മിഹിരൻ, ആര്യമാവ്, തരണി, വജൻ, ഇരവി. ഇതൊക്കെയാണ് എന്തിനെ പറയുന്നത്? സൂര്യനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഴഞ്ചൊല്ലുകളും ബാക്കി കാര്യങ്ങളുമാണ്. അപ്പോൾ അതാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്ന. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടത് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അടുത്തതാണ് നമുക്ക് പദപരിചയം അല്ലെങ്കിൽ അർത്ഥമാണ്. അഭിനവം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയത് എന്നതാണ് അഭിനവം എന്നതിൻ്റെ അർത്ഥം, ഏറ്റവും പുതിയത്. ഓക്കെ. അടുത്തത് അഖിലം എന്ന് പറഞ്ഞാൽ എല്ലാം എന്നതാണ് അഖിലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഖിലം എല്ലാം. അനുവേലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും അല്ലെങ്കിൽ കൂടെ കൂടെ എന്നതാണ് അനുവേലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അവിരളം. അവിരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കമല്ലാത്തത് അല്ലെങ്കിൽ തുടർച്ചയായത് എന്നതാണ് അവിരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഴകുറ്റ, ഭംഗിയുള്ള. അഴകുറ്റ, ഭംഗിയുള്ള. ആത്തമോദം. ആത്തമോദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർദ്ധിച്ച സന്തോഷത്തിനെയാണ് ആത്തമോദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വർദ്ധിച്ച സന്തോഷം. ആഴിവീജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിലെ തിരമാലയാണ് ആഴിവീജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉന്മാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായ ആഹ്ലാദത്തെയാണ് ഉന്മാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഉപാസ്യർ എന്ന് ചോദിച്ചാൽ ഭജിക്കുന്നവർ, ഭജിക്കുന്നവരെയാണ് ഉപാസ്യർ എന്ന് പറയുന്നത്. അടുത്തത് കസർത്ത് എന്ന് ചോദിച്ചാൽ വ്യായാമത്തെയാണ്. കസർത്ത് കാണിക്കുക എന്ന് ചോദിച്ചാൽ വ്യായാമം ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തിരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്രികയാണ്. കേളി കദംബം. കേളി കദംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊടിക്കടമ്പ് വൃക്ഷം എന്നതാണ് കേളി കദംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാരു എന്ന് ചോദിച്ചാൽ മനോഹരം. തവ എന്ന് ചോദിച്ചാൽ നിന്റെ. കോകിലം എന്ന് ചോദിച്ചാൽ കുയിലാണ്. തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷണമാണ്. പരശതം എന്ന് ചോദിച്ചാൽ 100-ൽ പരം അല്ലെങ്കിൽ 100-ലധികത്തെയാണ് പരശതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പരിചേലും, അതായത് ഭംഗിയുള്ള എന്നതാണ് പരിചേലും എന്നതിൻ്റെ അർത്ഥം ഭംഗിയുള്ള. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് പദപരിചയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് SCRT കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അതൊന്നും ഇപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം വരാറുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് 5-ലെ ക്വസ്റ്റ്യൻ എന്താണ് പദപരിചയം അർത്ഥവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓക്കെ. അടുത്തതാണ് കതിർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രശ്മിയാണ്. കതിര്, രശ്മി. കരിവാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്ത ആകാശത്തെയാണ് കരിവാനം, കറുത്ത ആകാശം. അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കരിവാനം, കറുത്ത ആകാശം. കളഗാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരമായ ഗാനത്തെയാണ് കളഗാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മധുരമായ ഗാനം. കളനാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരമായ ശബ്ദമാണ് കളനാദം. ചിന്നും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിതറുന്ന അല്ലെങ്കിൽ ചിന്നുന്ന എന്നാണ് ചിന്നും. ഇനി താരം എന്ന് ചോദിച്ചാൽ നക്ഷത്രമാണ്. തിങ്കൾ ചന്ദ്രനാണ്. പരർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ. പാര് ഭൂമിയാണ്. പാലൊളി അഴക്, പാലിന്റെ ശോഭ. മധു തേനാണ്. മധുഭം വണ്ടാണ്. അതിഥേയൻ എന്ന് പറഞ്ഞാൽ രണ്ടാമനല്ലാത്തവൻ, ഏറ്റവും ശ്രേഷ്ഠനാണ് അതിഥീയൻ. അനുഷ്ഠിക്കുക, ചെയ്യുക എന്നതാണ്. ഉദ്ഘോഷിച്ച, പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞ. കടുക്കൻ, പുരുഷന്മാരുടെ ഒരിനം കർണാഭരണമാണ് കടുക്കൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കലാശലായ അതായത് വളരെ കൂടുതലായ എന്നതാണ് കലശലായ. ഓക്കെ. കലശലായ എന്ന് ചോദിച്ചാൽ വളരെ കൂടുതലായ. ഓക്കെ. കലശലായ, വളരെ കൂടുതലായ. കർണികയായ എന്ന് വെച്ചാൽ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് പലരായി പറഞ്ഞതാണ് കർണികയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് പലരായി പറഞ്ഞത്. ഇനി ചാരിതാർത്ഥ്യം എന്ന് ചോദിച്ചാൽ സാഫല്യം. ജൈവം, ജീവത്തായത്.
ഇനി തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക എന്നതാണ് തിരസ്കരിക്കുക എന്നതിൻ്റെ അർത്ഥം. തേജസ്, ശോഭ. ദീർഘകായകൻ എന്ന് വെച്ചാൽ ഉയരം കൂടിയ ശരീരമുള്ളവനാണ് ദീർഘകായകൻ. ഇനി ധീരപ്രജ്ഞൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യവും അറിവുമുള്ളവനാണ് ധീരപ്രജ്ഞൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. അതായത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിരിച്ചെഴുത്താണ്. പിരിച്ചെഴുത്തിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് താമരക്കുളം. താമര പ്ലസ് കുളമാണ് താമരക്കുളം. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും ഒരു മാർക്കെങ്കിലും ഇതിൻ്റെ ഒന്ന് വരാറുണ്ട്, പിരിച്ചെഴുതുക എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ താമരക്കുളം, താമര പ്ലസ് കുളമാണ് താമരക്കുളം. ഏതെങ്കിലും, എന്ത് പ്ലസ് എങ്കിലുമാണ് ഏതെങ്കിലും. അത്യധികം, അതി പ്ലസ് അധികമാണ് അത്യധികം. അഷ്ടൈശ്വര്യം, അഷ്ടൈശ്വര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ട പ്ലസ് ഐശ്വര്യമാണ് അഷ്ടൈശ്വര്യം എന്ന് പറയുന്നത്. പറഞ്ഞറിയിക്കാൻ, പറഞ്ഞ് പ്ലസ് അറിയിക്കാനാണ് പറഞ്ഞറിയിക്കാൻ. വെട്ടിക്കളയുക, വെട്ടിക്കളയുക എന്ന് ചോദിച്ചാൽ വെട്ടി പ്ലസ് കളയുകയാണ് വെട്ടിക്കളയുക. അവനിവിടെ, അവൻ പ്ലസ് ഇവിടെയാണ് അവനിവിടെ. ആഗ്രഹമുണ്ടായിരുന്നു, ആഗ്രഹം പ്ലസ് ഉണ്ടായിരുന്നു, ആഗ്രഹം പ്ലസ് ഉണ്ടായിരുന്നു ആണ് ആഗ്രഹമുണ്ടായിരുന്നു. നടപ്പാതയുടെ, നടപ്പാത പ്ലസ് ഉടയാണ് നടപ്പാതയുടെ. വാത്സല്യമായിരുന്നു, വാത്സല്യം പ്ലസ് ആയിരുന്നു ആണ് വാത്സല്യമായിരുന്നു. പിരിച്ചെഴുതല് വാത്സല്യമാണ് ഉണ്ടായിരുന്നത്, വാത്സല്യമാണ് പ്ലസ് ഉണ്ടായിരുന്നത്. പുറപ്പെടാൻ ആരംഭിക്കുക, പുറപ്പെടാൻ പ്ലസ് ആരംഭിക്കുകയാണ് പുറപ്പെടാൻ ആരംഭിക്കുക. ചിതറിക്കിടക്കുക, ചിതറി പ്ലസ് കിടക്കുക, ചിതറി പ്ലസ് കിടക്കുക. ആദിയിലാകാശങ്ങളിൽ, ആദിയിലാകാശങ്ങളിൽ എന്ന് ചോദിച്ചാൽ ആദിയിൽ പ്ലസ് ആകാശങ്ങളിൽ. അനശ്വരയായി, അനശ്വര പ്ലസ് ആയി. അടുത്തത് ഭൂമി ഒന്ന്, ഭൂമിയെ പ്ലസ് ഒന്നു. അടുത്തത് ശിരസിലിരുന്നൊരു, ശിരസിൽ പ്ലസ് ഇരുന്ന് പ്ലസ് ഒരു ആണ് ശിരസിലിരുന്നൊരു. അടുത്തത് പീരിത്തിരുമുടി, പീരി പ്ലസ് തിരുമുടി. വളർത്തിയൊരു, വളർത്തി പ്ലസ് ഒരു. അതേപോലെ ആയിരമുജ്ജല ശില്പം. ഓക്കെ, 1000 പ്ലസ് ഉജ്ജ്വല ശില്പം. 1000 ഉജ്ജ്വല ശില്പം എന്ന് പറയുന്നതാണ് 1000 പ്ലസ് ഉജ്ജ്വല ശില്പം. അഷ്ടൈശ്വര്യം, അത് നമ്മൾ വീണ്ടും പറയാണ്, അഷ്ട പ്ലസ് ഐശ്വര്യം. വിദ്യാലയം, വിദ്യ പ്ലസ് ആലയം. മുൾച്ചെടി തലപ്പ്, എന്താണ് മുൾച്ചെടി പ്ലസ് തലപ്പത്ത്. കല്ലത്താണി, കല്ല് പ്ലസ് അത്താണിയാണ് കല്ലത്താണി. ഓക്കെ, അപ്പോൾ ഇതുകൂടി എന്ത് ചെയ്യുക, പിരിച്ചെഴുത്തൊന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അടുത്തതാണ് ജാതി ഏതെന്ന്, ജാതി ഏതെന്ന്, ജാതി പ്ലസ് ഏതെന്ന്. അർത്ഥം എന്താണെന്ന്, അർത്ഥം പ്ലസ് എന്താണെന്ന്. അകലെയുള്ളവർ, അകലെ പ്ലസ് ഉള്ളവർ. സേവനമനുഷ്ഠിക്കാൻ, സേവനം പ്ലസ് അനുഷ്ഠിക്കാൻ. പഴക്കമുള്ള, പഴക്കം പ്ലസ് ഉള്ള. അതേപോലെ അഴുക്കടിഞ്ഞ, അഴുക്ക് പ്ലസ് അടിഞ്ഞ. തുന്നിപ്പിടിപ്പിച്ച്, തുന്നി പ്ലസ് പിടിപ്പിച്ച്. പൊട്ടിത്തകർന്നു, പൊട്ടി പ്ലസ് തകർന്നു പൊട്ടിത്തകർന്നു. ഇനി ഒഴുകിപ്പരന്ന, ഒഴുകി പ്ലസ് പരന്നയാണ് ഒഴുകിപ്പരന്ന. മയിൽപീലിക്കണ്ണ്, മയിൽപീലി പ്ലസ് കണ്ണ് മയിൽപീലിക്കണ്ണ്. നിന്നുറങ്ങും, നിന്ന് പ്ലസ് ഉറങ്ങും നിന്നുറങ്ങും. കൊമ്പനമ്മാവൻ, കൊമ്പൻ പ്ലസ് അമ്മാവനാണ് കൊമ്പനമ്മാവൻ. ഉപകരിച്ചിട്ടായാൽ, ഉപകരിച്ചിട്ടായാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകരിച്ചിട്ട് പ്ലസ് ആയാൽ. ഓക്കെ, ഉപകരിച്ചിട്ടായാൽ എന്ന് ചോദിച്ചാൽ ഉപകരിച്ചിട്ട് പ്ലസ് ആയാൽ. ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടം പ്ലസ് ആണെങ്കിലാണ് ഇഷ്ടമാണെങ്കിൽ. ഇത്രയധികം, ഇത്ര പ്ലസ് അധികമാണ് ഇത്രയധികം. പട്ടിലകൾ, പട്ടിലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ട് പ്ലസ് ഇലകളാണ് പട്ടിലകൾ. മന്ദമണഞ്ഞു, മന്ദം പ്ലസ് അണഞ്ഞു ആണ് മന്ദമണഞ്ഞു. ഇനി പവിഴച്ചുണ്ട്, പവിഴ പ്ലസ് ചുണ്ടാണ് പവിഴച്ചുണ്ട്. ദേവതയെന്നോണം, ദേവത പ്ലസ് എന്നോണമാണ് ദേവതയെന്നോണം. പൂച്ചെടികൾ, പൂ പ്ലസ് ചെടികളാണ് പൂച്ചെടികൾ. ചുംബിച്ചൂട്ടി, അതായത് ചുംബിച്ച് പ്ലസ് ഊട്ടിയാണ് ചുംബിച്ചൂട്ടി. അറിയണമെങ്കിൽ, അറിയണം പ്ലസ് എങ്കിലാണ് അറിയണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പിരിച്ചെഴുത്ത് ഉറപ്പായിട്ടും 1 മാർക്ക് ഷുവർ ഷോട്ടാണ്. പഠിച്ചു വച്ചോ, നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ടും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കുക. കാരണം ഉറപ്പായിട്ടും ആ ഒരു എക്സാമിൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
ഓക്കെ, അടുത്തതാണ് പിരിച്ച് എഴുതുക, നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് വരുന്നതാണ് ഘടകപദം എന്ന് പറയുന്നത്. ഘടകപദം അതായത് നീലത്താമര. നീല നിറമുള്ള താമരയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നീലത്താമര എന്ന് വിളിക്കുന്നത്. അടുത്തത് പണിയായുധങ്ങൾ. പണിക്കുള്ള ആയുധങ്ങളെയാണ് പണിയായുധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വലക്കണ്ണികൾ. വലയുടെ കണ്ണികളാണ് വലക്കണ്ണികൾ. അടുത്തത് മിൽചക്രം. മില്ലിന്റെ ചക്രമാണ് മിൽചക്രം. മയിൽപീലി സ്പർശം. മയിൽപീലിയുടെ സ്പർശമാണ് മയിൽപീലി സ്പർശം. തേൻതുള്ളി. തേനിന്റെ തുള്ളിയാണ് തേൻതുള്ളി. പ്രകൃതി ഗ്രന്ഥം. പ്രകൃതി ഗ്രന്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയാകുന്ന ഗ്രന്ഥമാണ് പ്രകൃതി ഗ്രന്ഥം. അടുത്തത് പ്രകൃതി ഭാഷ. പ്രകൃതിയുടെ ഭാഷയാണ് പ്രകൃതി ഭാഷ. മലഞ്ചെരിവ്. മലയുടെ ചെരിവാണ് മലഞ്ചെരിവ്. അടുത്തത് മലയരുവി. മലയിലെ അരുവി. ചെറുകഷണം. ചെറിയ കഷണം. കൽക്കഷണം. കല്ലിന്റെ കഷണം. ഇനി മണൽത്തരി. മണലിന്റെ തരി. മണൽ മാളിക. മണൽ കൊണ്ടുള്ള മാളിക. മുളന്തണ്ട്. മുളയുടെ തണ്ടാണ്. നീലക്കുന്ന്. നീല നിറമുള്ള കുന്ന്. മഞ്ഞക്കുന്ന്. മഞ്ഞ നിറമുള്ള കുന്ന്. നീലനിലാവ്. നീല നിറമുള്ള നിലാവ്. പച്ചക്കുളം. പച്ച നിറമുള്ള കുളത്തെയാണ് പച്ചക്കുളം. അടുത്തത് നിലാവലകൾ. നീലവലകൾ അതായത് നിലാവിന്റെ അലകളാണ് നീലാവലകൾ എന്ന് പറയുന്നത്. നിലാവിന്റെ അലകൾ. കളി ഉപകരണങ്ങൾ. കളിക്കാനുള്ള ഉപകരണങ്ങളെയാണ് കളി ഉപകരണങ്ങൾ. ഘടകപദമാണ് ഇത്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മരം കൊമ്പ്. മരത്തിന്റെ കൊമ്പ്. നാദതരംഗം. നാദത്തിന്റെ തരംഗം. ഉജ്ജ്വല ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഉജ്ജ്വലമായ ശില്പങ്ങൾ. സ്വാഗതഗാനം. സ്വാഗതത്തിനുള്ള ഗാനത്തെയാണ് സ്വാഗതഗാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുക. അതായത് ഘടകപദമാണ് നീലത്താമര. നീല നിറമുള്ള താമര. പണിയായുധങ്ങൾ. പണിക്കായുള്ള ആയുധങ്ങൾ. അതേപോലെ തന്നെ എന്താണ്? വലക്കണ്ണികൾ. വലയുടെ കണ്ണികൾ. മിൽചക്രം. മില്ലിന്റെ ചക്രം. മയിൽപീലി സ്പർശം. മയിൽപീലിയുടെ സ്പർശം. തേൻതുള്ളി. തേനിന്റെ തുള്ളി. പ്രകൃതി ഗ്രന്ഥം. പ്രകൃതിയാകുന്ന ഗ്രന്ഥം. ഇനി പ്രകൃതി ഭാഷ. പ്രകൃതിയുടെ ഭാഷ. മലഞ്ചെരിവ്. മലയുടെ ചെരിവ്. മലയരുവി. മലയിലെ അരുവി. ചെറുകഷണം. ചെറിയ കഷണം. കൽക്കഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിന്റെ കഷണമാണ്. മണൽത്തരി. മണലിന്റെ തരി. മണൽ മാളിക. മണൽ കൊണ്ടുള്ള മാളിക. മുളന്തണ്ട്. മുളയുടെ തണ്ട്. നീലക്കുന്ന്. നീല നിറമുള്ള കുന്ന്. മഞ്ഞക്കുന്ന്. മഞ്ഞ നിറമുള്ള കുന്ന്. ഓക്കെ, ഇനി പച്ചക്കുളം. പച്ച നിറമുള്ള കുളം. നിലാവലകൾ. നിലാവിന്റെ അലകൾ. കളി ഉപകരണങ്ങൾ. കളിക്കാനുള്ള ഉപകരണങ്ങൾ. മങ്കൊമ്പ്. മരത്തിന്റെ കൊമ്പ്. നാദതരംഗം. നാദത്തിന്റെ തരംഗം. ഉജ്ജ്വല ശില്പങ്ങൾ. ഉജ്ജ്വലമായ ശില്പങ്ങൾ. സ്വാഗതഗാനം. സ്വാഗതത്തിനായുള്ള ഗാനം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ശൈലികളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ശൈലികൾ കൂടി നമുക്ക് പഠിക്കാം. ചെണ്ട കൊട്ടിക്കുക. അബദ്ധത്തിൽ ചാടിക്കുക എന്നതാണ് ചെണ്ട കൊട്ടിക്കുക എന്നതിന്റെ അർത്ഥം. അബദ്ധത്തിൽ ചാടിക്കുക. പുത്തരിയിൽ കല്ല്. അതായത് ആരംഭത്തിൽ തന്നെ അമംഗളം എന്നതാണ് പുത്തരിയിൽ കല്ല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുലിവാല് പിടിക്കുക. തന്നെത്താൻ കുഴപ്പത്തിൽ ചാടുക എന്നതാണ് പുലിവാല് പിടിക്കുക. അടുത്തത് രസച്ചരടു പൊട്ടുക. അതായത് ഇടയ്ക്ക് നീരസം ഉണ്ടാവുക എന്നതാണ് രസച്ചരട് പൊട്ടുക എന്നതിന്റെ ശരിയായിട്ടുള്ള ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി പൊടിയിടുക. പൊടിയിട്ട് വിളക്കുക. അതായത് കൃത്രിമ ശോഭ ഉണ്ടാക്കുക. അതാണ് പൊടിയിട്ട് വിളക്കുക. വെള്ളത്തിൽ എഴുതുക. വ്യർത്ഥമായ പ്രവൃത്തിക്കാണ് വെള്ളത്തിൽ എഴുതുക എന്ന് പറയുന്നത്. വേലി തന്നെ വിളവ് തിന്നുക. സ്വപക്ഷത്ത് ദോഷം വരുത്തുക. ആനച്ചന്തം. ആകെ കൂടിയുള്ള ഭംഗിയാണ് ആനച്ചന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കതിരിന്മേൽ വളം വയ്ക്കുക. കാലം തെറ്റി പ്രവർത്തിക്കുക എന്നതാണ് കതിരിന്മേൽ വളം വയ്ക്കുക എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് തലമറന്നെണ്ണ തേക്കുക. അവസ്ഥ അറിയാതെ പെരുമാറുക. അടുത്തത് ദീപാളി കുളിക്കുക. ദുർവ്യയം ചെയ്ത് ദരിദ്രനാക്കുക. അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക. അതിയായി ചുരുക്കുക. സുഗ്രീവാജ്ഞ. നിർദാക്ഷിണ്യമായ ആജ്ഞ. കയ്യാലപ്പുറത്തെ തേങ്ങ. ഇരുകക്ഷികളിൽ എതിൽ ചേരണമെന്ന് സന്ദേഹിച്ചിരിക്കുന്ന ആള്. അതായത് കയ്യാലപ്പുറത്തെ തേങ്ങ.
ഇരുവശികളിൽ ഏതിൽ ചേരണം? ഇപ്പൊ നമ്മൾ പറയില്ലേ, അതായത് നമ്മളൊരു എക്സാം എഴുതി കഴിയുമ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, ലിസ്റ്റിൽ വരുമോ ലിസ്റ്റ് വരില്ലയോ എന്നറിയാൻ പാടില്ല, കഷ്ടിച്ച് കട്ട് ഓഫിന്റെ അടുത്തേക്ക് വരാൻ പാകത്തിലുള്ള മാർക്കാണ്, ജോലി കിട്ടുമോ കിട്ടില്ലയോ എന്നറിയില്ല, ലിസ്റ്റിൽ വരുമോ എന്നറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നതാണ് കയ്യാലപ്പുറത്തെ തേങ്ങ. കാല് പിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനം വിട്ട് സേവിക്കുക എന്നതാണ് കാല് പിടിക്കുക എന്നതിന്റെ അർത്ഥം, അഭിമാനം വിട്ട് സേവിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, വളരെ കുറച്ചുള്ളൂ ശൈലികൾ. ബാക്കി ഓൾറെഡി ശൈലികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയേക്കുന്നതാണ്. മലയാളത്തിന്റെ നോൺ ഗ്രാമർ ഒരു 99% കംപ്ലീറ്റഡ് ആണ്. അതിന്റെ ഇമേജ് ഫയൽ നിലവിൽ എന്തിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് PSC ടെലഗ്രാം ചാനലിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് മലയാളത്തിലെ പഴഞ്ചൊല്ലുകളാണ്. പഴഞ്ചൊല്ലുകൾ PSCക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്, ഒരു പഴഞ്ചൊല്ല് എങ്കിലും ചോദിക്കാതെ ഇരിക്കാറില്ല. അപ്പോൾ അതാണ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടുക എന്നതാണ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ എന്ന് പറയുന്നത്. അടുത്തത് കടന്നൽ കൂട്ടിൽ കല്ലിടും പോലെ സ്വയം ആപത്ത് വരുത്തി വയ്ക്കുക, അതിനെയാണ് കടന്നൽ കൂട്ടിൽ കല്ലിട്ട പോലെ സ്വയം ആപത്ത് വരുത്തി വയ്ക്കുക. അടുത്തത് അന്നവിചാരം മുന്നവിചാരം, ആഹാരത്തിന്റെ കാര്യമാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും സ്ഥാനമുള്ളൂ. നമ്മൾ ചില ആളുകളുടെ ഒക്കെ അടുത്ത് മറ്റേ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയും അവരെന്ത്, അന്നവിചാരം മുന്നവിചാരം, ആഹാരം കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള സംസാരം എന്ന്. ഓക്കെ, അടുത്തത് ഞാറുറച്ചാൽ ചോറുറച്ചു, ഞാറ് കേടുകൂടാതെ വയലിൽ ഉറച്ചാൽ ചോറിന്റെ കാര്യം ശരിയായി. കാരണം ഞാറ് നട്ട് കഴിഞ്ഞ് ഞാറ് വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഈ പറയുന്ന നെല്ലുണ്ടാവുന്നത്. അങ്ങനെ നെല്ല് കിട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ചോറ് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാറുറച്ചാൽ ചോറുറച്ചു. അടുത്തത് വിത്താഴം ചെന്നാൽ പത്തായം നിറയും, വിത്ത് നന്നെങ്കിൽ സമൃദ്ധി ഉണ്ടാകും എന്ന കാര്യം ഷുവറാണ്. അതാണ് വിത്താഴം ചെന്നാൽ പത്തായം നിറയും. അടുത്തത് ഏറിപ്പോയാൽ കോരിപ്പോകും, ഏറിപ്പോയാൽ കോരിപ്പോകും, ഒന്നും ആവശ്യത്തിലധികമായാൽ ഒതുകുകയില്ല. അപ്പോൾ ഒന്നും ആവശ്യത്തിലധികമായാൽ ഉതകുകയില്ല, അതാണ് ഏറിപ്പോയാൽ കോരിപ്പോകും. അടുത്തത് തോണി കടന്നാൽ തുഴ വേണ്ടേ, തോണി കടന്നാൽ തുഴ വേണ്ടേ, ആവശ്യം കഴിഞ്ഞാൽ ഉപകാരപ്പെട്ടതിനെ വിസ്മരിക്കുക. ചില ആളുകളുണ്ട് അവരങ്ങനെയാണ്, തോണി കടന്നാൽ തുഴ വേണ്ട, തോണി കടക്കുന്നവരെയും, അതായത് ഈ പറയുന്ന ആവശ്യം കിടക്കുന്നവരെയും നമ്മൾ എന്ത് ചെയ്യും, ഉപകാരപ്പെടുത്തും, അത് കഴിഞ്ഞാൽ വിസ്മരിക്കും. അപ്പൊ അങ്ങനെ ഒന്നും ആവരുത് ആരും. എന്ത് ചെയ്യണം, നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മുന്നോട്ടേക്ക് പോകരുത്. വന്ന വഴി നമ്മളെ സഹായിച്ചവരെ എല്ലാം നമ്മൾ നല്ലൊരു പൊസിഷനിലെത്തുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് അഹങ്കരിച്ചാൽ മുഖം കറുക്കും, അഹങ്കരിച്ചാൽ മുഖം കറുക്കും. അഹങ്കാരിക്ക് എപ്പോഴും ആപത്ത് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അഹങ്കരിച്ചാൽ മുഖം കറുക്കും, അഹങ്കാരിക്ക് ആപത്തുണ്ടാകും. അടുത്തത് സമ്പത്തുകാലത്ത് തൈപത്ത് വച്ചാൽ ആപത്തുകാലത്ത് കാപത്ത് തിന്നാം. നമ്മുടെയൊക്കെ വീട്ടിലെ മുതിർന്ന ആളുകൾ എപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഈ പറയുന്നത്, സമ്പത്ത് കാലത്ത് തൈപത്ത് വച്ചാൽ ആപത്തുകാലത്ത് കാപത്തു തിന്നാം, ഉള്ളപ്പോൾ കരുതി വെച്ചാൽ ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യും, അത് ഉപകരിക്കും. അതാണ് ഈ പറയുന്നത്, സമ്പത്തുകാലത്ത് തൈപത്ത് വച്ചാൽ ആപത്തുകാലത്ത് തിന്നാം. ഇനി ചക്കയോളം ചോദിച്ചാൽ ചുക്കോളം കിട്ടും. അപ്പോൾ വളരെയേറെ പരിശ്രമിച്ചാലേ അല്പമെങ്കിലും ഫലം കിട്ടൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, LDC ആദ്യത്തെ 100 റാങ്കിലേക്ക് വേണ്ടിയിട്ട്, അല്ല ആദ്യത്തെ 1ാം റാങ്കിലേക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആദ്യത്തെ 100 റാങ്കിലേക്ക് വരാനായിട്ട് പറ്റുന്നത്. അപ്പൊ ചക്കയോളം ചോദിച്ചാൽ ചക്കയോളം ചോദിച്ചാലാണ് ചുക്കോളമെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ ചക്ക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പൊ അത്രയെങ്കിലും നമ്മൾ ചോദിച്ചാലാണ് എന്ത് കിട്ടത്തുള്ളൂ, ഒരു ചുക്കിന്റെ അത്രയെങ്കിലും നമുക്ക് ദൈവം തരത്തുള്ളൂ. അപ്പൊ ചക്കയോളം ചോദിച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ, ചുക്കോളം കിട്ടത്തുള്ളൂ എന്നുള്ളത് ആണ് അതിൻ്റെ അകത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പലതുള്ളി പെരുവെള്ളം കുറച്ചു കുറച്ചു ചേർന്നാൽ ഒടുവിൽ വലുതായി മാറും, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല. ഏതു പ്രശ്നം വന്നാലും പതറാതെ നിൽക്കുന്ന ആൾക്കാരെയാണ് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല. അടുത്തതാണ് കാക്കയുടെ വായിലെ അട്ട ചാവു, അതായത് എത്ര സമർത്ഥരായാലും ഒരിക്കൽ കെണിയിൽപ്പെടും. ഇനി
കണ്ടാൽ നല്ലത് തിന്നാനാകാം, കാഴ്ചയിലല്ല ഉപയോഗത്തിലാണ് കാര്യം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് വടി കൊടുത്ത് അടി വാങ്ങരുത്, സ്വയം ആപത്ത് വലിച്ചു വയ്ക്കരുത്. ഓക്കെ, അപ്പൊ സ്വയം നമ്മൾ ഓരോ ആപത്തിൽ പോയി ചാടരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് കണ്ടു നിറഞ്ഞവനോട് കടം കൊള്ളണം. ഓക്കെ, ധാരാളം ഉള്ളവനോട് എന്തെങ്കിലും ആവശ്യപ്പെടാവൂ. അപ്പൊ ഒന്നുമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അത്യാവശ്യം കയ്യിലുള്ള ആളുകളുടെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യാമോളൂ, സഹായം ചോദിക്കാമോളൂ. ഓക്കെ, തോളിലിരുന്ന് ചെവി തിന്നുക, അടുത്തു നിന്നിട്ട് ഉപദ്രവം ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ചില ആളുകളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും, അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മുടെ തോളിൽ കയറ്റി വെക്കും. അവരായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത്, അവസാനം ചെവി തിന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് തോളിലിരുന്ന് ചെവി തിന്നുക, അടുത്തു നിന്നിട്ട് ഉപദ്രവങ്ങൾ ചെയ്യുക. അടുത്തത് മഴ നിന്നാലും മരം പെയ്യും. ഓക്കെ, കാര്യം കഴിഞ്ഞാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ത് ചെയ്യത്തില്ല, അവസാനിക്കില്ല. ഓക്കെ, അതിനെയാണ് മഴ നിന്നാലും മരം പെയ്യും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഉപ്പു തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ, ഉപ്പു തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉപ്പു തിന്നുന്നവൻ വെള്ളം കുടിക്കും, തെറ്റായ പ്രവർത്തികൾ ചെയ്തവർ അതിൻ്റെ ഫലം അനുഭവിക്കും എന്നതാണ് ഉപ്പു തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ബാക്കി ഒരു കുറച്ച് ചോദ്യങ്ങൾ കൂടി ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകാം. അതായത് മാവ് എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏതാണ്? മാവ് എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏതാണ്? മാവ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ചൂതം, അമ്രം, വരകം, രസാലം. ഏതാണ്? വരകമാണ് മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദമല്ലാത്തത്. ഏതാണെന്ന് ചോദിച്ചാൽ വരകമാണ്. ഓക്കെ, അപ്പൊ മാവ് എന്നതിന്റെ പര്യായ പദങ്ങളാണ് ചൂതം, മാഗന്ധം, ആമ്രം, മധുഫല, സഹാകാരം, രസാലം. ഇതൊക്കെ എന്തിന്റെയാണ്? മാവിന്റെ പര്യായ പദമാണ്. കരിമ്പിന്റെ ആണെങ്കിൽ ഇഷു, രസാളം, സുകുമാരകം എന്നിവയാണ്. തുളസി ആണെങ്കിൽ സുരഭി, വൃന്ദ, വൈഷ്ണവി, ഹരിപ്രിയ, തൃത്താവ്, ഭാരവി എന്നിവയാണ്. പ്ലാവിന്റെ ആണെങ്കിൽ പനസം, കണ്ടകഫലം, പൂതഫലം എന്നിവയാണ് പ്ലാവിന്റെ. വാഴയുടെ ആണെങ്കിൽ കദളി, രംഭ, മോജ, സുഫല എന്നതാണ് ഇതിന്റെ വാഴയുടെ പര്യായ പദങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ പദം കണ്ടെത്തുക. നോക്കിയേ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് ശരിയായ പദം കണ്ടെത്തുക. ഏതാണ്? കവയിത്രി. കവയിത്രി എന്നതാണ് ശരിയായ പദം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കവയിത്രി ആണ്. ഓക്കെ, അപ്പോ ശരിയായ പദം കണ്ടെത്തുക. ഏതാണ്? കവയിത്രി ആണ്. കവയിത്രി. ഇപ്പോ നമുക്കറിയാം അബ്ദി, അസ്വസ്ഥത, ജോഡി, ഗന്ധകം, അതേപോലെ കർക്കടകം, ചുവര്, തീപിടുത്തം, ചിതല്, ദൈന്യം, ശരചന്ദ്രൻ, യാദൃശികം, സജനം, ഘാർദം. ഇതൊക്കെ എന്ത് ചെയ്യാം, ആ കൂട്ടത്തിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിദ്വാൻ എന്ന പദം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിദുഷിയാണ്. ആരാണ്? വിദുഷിയാണ് വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഗുരു ആണെങ്കിലോ ഗുർവിയാണ്. ഗുരുവാണെങ്കിൽ ഗുർവിയാണ്. ധനവാനാണെങ്കിൽ ധനവതിയാണ്. മാടമ്പി കെട്ടിലമ്മ. പൂജാരി പൂജാരിണി. നേതാവാണെങ്കിൽ നേത്രിയാണ്. കൈമളാണെങ്കിൽ കുഞ്ഞമ്മയാണ്. പണ്ടാല കോവിലമ്മ. കലയാണെങ്കിൽ പേട. പിഷാരടി പിഷാരസ്യ. സിംഹം സിംഹി. ശിവനാണെങ്കിൽ ശിവാനി. രക്ഷകൻ രക്ഷിക. വാര്യർ വാര്യസ്യ. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെച്ചോ, ഉറപ്പായിട്ടും ചോദിക്കാം. അടുത്തത് അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏതാണ്? അശ്വത്ഥം. അശ്വത്ഥം എന്ന പദത്തിന്റെ സമാനമായി വരുന്ന പദമാണ് ഓപ്ഷൻ എ, അരയാലാണ്. ഓക്കെ, ഓപ്ഷൻ എ അരയാലാണ് അശ്വത്ഥം എന്ന പദത്തിന് സമാനമായി വരുന്നത്. കാറ്റാണെങ്കിൽ അനിഴലാണ്. മുറ്റമാണെങ്കിൽ അങ്കണം. മാളിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാജധാനിയാണ്. ഉദ്ദേശം ലക്ഷ്യമാണ്. ഉദ്യമം പരിശ്രമമാണ്. കഥനം ദുഃഖമാണ്. ഘാതകൻ ഭക്ഷിക്കുന്നവൻ. അതേപോലെ രവം ശബ്ദം, അസം തോളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. നമ്മൾ കുറച്ചു മുമ്പ് ഇത് പറഞ്ഞു പോയതാണ്. ഒറ്റപ്പദത്തിന്റെ അകത്ത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് അറിയാനുള്ള ആഗ്രഹം. എന്താണ് അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്? അതാണ് ജിജ്ഞാസ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.
അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. ഓക്കെ, കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്? പിപാസയാണ്. ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുഷ. പറയാനുള്ള ആഗ്രഹം വിവശ. നയിക്കാൻ ഇച്ഛിക്കുന്നവനാണ് നിനീഷു. വണ്ടിയെ സംബന്ധിച്ചത് ശാകടീന. ഓക്കെ, കാവ്യത്തിന് വിഷയായത് വിഷയമായത് കവനി വിഷയം. നിയന്ത്രിക്കാൻ കഴിയാത്തതിനാണ് അനിയന്ത്രിതം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിപരീത ശബ്ദം എഴുതുക. സ്വകീയം എന്നതിന്റെ വിപരീത ശബ്ദം എന്താണ്? സ്വകീയം പരകീയം എന്നതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? സ്വകീയം പരകീയം എന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യുക? വിപരീത പദമൊക്കെ എപ്പോഴും ഓർത്തു വയ്ക്കുക. ഓക്കെ, പിരിച്ചെഴുതുക. പടക്കളം. ഇതും നമ്മൾ എന്താണ് ഈ മറ്റേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് പറഞ്ഞാണ് പടക്കളം. പടക്കളം എന്താണ്? പട പ്ലസ് കളം. പട പ്ലസ് കളമാണ് പടക്കളം എന്ന് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. പടക്കളം പട പ്ലസ് കളമാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ പഴക്കടയാണെങ്കിലോ? പഴം പ്ലസ് കടയാണ് പഴക്കട. കടപ്പത്രം. കടം പ്ലസ് പത്രമാണ് കടപ്പത്രം. അടുത്തത് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എന്താണ് ഓലപ്പാമ്പ് കാട്ടുക എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഓലപ്പാമ്പ് കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശൈലിയുടെ അർത്ഥം എന്താണ്? ഓലപ്പാമ്പ് കാട്ടുക എന്താണ്? അതായത് സഹായിക്കുക. ഓക്കെ, ഓലപ്പാമ്പ് കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓലപ്പാമ്പ് കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. സോറി, ഓപ്ഷൻ ഡി ആണ് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഓലപ്പാമ്പ് കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, നീ ഇങ്ങനെ ഓലപ്പാമ്പ് കാണിച്ചൊന്നും പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ അതിൻ്റെ അകത്തൊന്നും എന്താണ് പേടിക്കുന്നവനല്ല എന്ന് പറയാറില്ലേ, അതിനെയാണ് എന്ത്? ഓലപ്പാമ്പ് കാട്ടുക. അതായത് ഭീഷണിപ്പെടുത്തുക എന്നതാണ് ഓലപ്പാമ്പ് കാട്ടുക എന്നതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇടികേട്ട മയിൽ എന്ന് വെച്ചാൽ എന്താണ്? സന്തോഷിച്ചവൾ. ഓക്കെ, എട്ടാവട്ടത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാവട്ടത്ത് എന്ന് വെച്ചാൽ സമീപത്ത്. മുയൽ കൊമ്പെന്ന് വെച്ചാൽ ഇല്ലാത്ത വസ്തുവാണ്. അതേപോലെ തന്നെ എന്താണ്? കുത്തിവെച്ച പാവ ചൈതന്യമില്ലാത്തയാളാണ്. അതേപോലെ തന്നെ എന്താണ്? അജഗജാന്തരം, വലിയ വ്യത്യാസത്തെയാണ് അജഗജാന്തരം എന്ന് പറയുന്നത്. ഇതേ കിടക്കണം. അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. എന്താണ് ഇതിൻ്റെ അകത്ത് ശരിയായ വാക്യം എന്ന് പറയുന്നത്? മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റ് ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വീട് വിൽക്കേണ്ടി വന്നു. അതായത് മറ്റു അല്ലെങ്കിൽ മുമ്പ് എന്നുള്ളത്, അതായത് എന്താണ്? ഗത്യന്തരമില്ലാതെ എന്നതിന് മുമ്പ് മറ്റു എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? ചേർക്കേണ്ട വേറെ ആവശ്യമില്ല. അടുത്തത് ചേർത്ത് എഴുതുക. ഓക്കെ, ചേർത്ത് എഴുതുക. എന്താണ്? നൽ പ്ലസ് നൂല്. എന്താണ്? നൽ പ്ലസ് നൂല് എന്താണ്? നന്നൂലാണ്. ഓക്കെ, അപ്പോൾ നൽ പ്ലസ് നൂല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നൂലാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നൽ പ്ലസ് നൂല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നന്നൂല് എന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നൽ പ്ലസ് നൂല് നന്നൂലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ നോക്കി വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണ്? ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായ പദം എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ തെറ്റി വരരുത്. അഗാധത, 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 അഗാധത എല്ലാം നമുക്കൊരു അഗാധമായി തോന്നും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്നത്. എപ്പോഴും തെറ്റും വരും. അപ്പോൾ ശരിയായ പദം ഇതിൻ്റെ അകത്ത് ഏതാണ്? ഒന്നാമത്തെയാണ് അഗാധത. അഗാധത എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അഖണ്ഡത, അതേപോലെ തന്നെ എന്താണ്? അഗാധം, അദ്വിതീയം, അനിശ്ചിതം, അതേപോലെ അന്തഛിദം, അതേപോലെ അഗതി, അനുഗ്രഹം, അഗ്രഗണ്യൻ, അധപതനം, അധീനം. അപ്പൊ അങ്ങനെയുള്ള പദങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്തത് ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ്? ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് എന്താണ്? ഹൃദ്യസ്ഥമാക്കുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗമാണ് എന്ത്?
ഹൃദ്യസ്ഥമാക്കും. നമ്മൾ കുറേ ശൈലി നമ്മൾ പറഞ്ഞാണ്. ആഫ്റ്റർ തോട്ട് പിൻബുദ്ധി, അരഗൻസ് തലക്കനം, ബാക്ക് ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരദക്രിയ, അതേപോലെ തന്നെ എന്താണ് ഫോണൈറ്റ് ദ്വൈവാരം, അതേപോലെ ഓഫ് ആൻഡ് ഓൺ എന്ന് വെച്ചാൽ ഇടിവെട്ട്, അതേപോലെ ഔട്ട് ഓഫ് ദ കാൻഡ് നിയന്ത്രണാതീതം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ശൈലികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഏത്? ആജന്മം. ഓക്കെ, ആജന്മം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ആജന്മമാണ്. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആജന്മം. ഗാനം ചെയ്യാവുന്നത് ഗേയം. ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ഏകത്വം. 89 നവശീതി. വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് ജൈത്രയാത്ര. അതേപോലെ തന്നെ എന്താണ് വിഹായസിൽ ഗമിക്കുന്നതാണ് എന്താണ് വിഹഗം എന്ന് പറയുന്നത്. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയാണ് ഈർഷ്യ എന്ന് പറയുന്നത്. ആവർത്തിച്ചു പറയുന്നവനാണ് അനുഗാതി. നരകത്തിലെ നദിയാണ് വൈതരണി. വാതിൽ കാവൽക്കാരി എന്ന് പറഞ്ഞാൽ വേത്രാവതിയാണ്. വാതിൽ കാവൽക്കാരിയാണ് വേത്രവതി. വേത്രവതിയാണ് വാതിൽ കാവൽക്കാരിയാണ് വേത്രവതി. ഓക്കെ, വാരിയെ ദാനം ചെയ്യുന്നതാണ് വാരിതം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ഏതാണ് മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്? നമ്മൾ മഞ്ഞിനെ കുറിച്ച് കഴിഞ്ഞ ഇതിൻ്റെ അത് പറഞ്ഞാണ്. ഏതാണെന്നുള്ളത് ഹരിണമാണ്. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദമാണ് ഹരിണം എന്ന് പറയുന്നത്. ഓക്കെ, ഹരിണം. ഓക്കെ, മാൻ, ഹരിണം, കുരങ്കം, സാരംഗമാണ് മാന്റെ. ചന്ദനമാണെങ്കിൽ മലയജം, മാലയം, ഗന്ധസാരം. ഓക്കെ, ഇനി ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ദുഷ്ടൻ എന്നതിന്റെ വിപരീതമാണ് ശിഷ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതമാണ് ശിഷ്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ എന്താണ് അർത്ഥം എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്നതാണ് വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? തീക്കനൽ എന്ന പദം തീ പ്ലസ് കനലാണ് തീക്കനൽ. ഓക്കെ, അപ്പോൾ തീ പ്ലസ് കനലാണ്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് തീ പ്ലസ് കനലാണ്. ഓക്കെ, 78ാമത്തെ, നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നായിക എന്ന് പറയുന്നത്. അപ്പോൾ നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നായിക. ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? അപ്പോൾ താഴെ പറയുന്നവയിൽ ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? വാണിയാണ്. വാണിയാണ് ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണ്? താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് അല്ലാത്തത് ഏതാണ്? അധ്യാപകന്മാരാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അധ്യാപകന്മാരാണ്. ഓക്കെ, അതായത് ബഹുമാനം, ആദരവ് സൂചിപ്പിക്കുന്നതിനായി ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായ അറ്, മാർ, കൾ തുടങ്ങിയവയിൽ ഏതെങ്കിലും ചേർക്കുന്നതാണ് പൂജക ബഹുവചനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം തിരുവടികള്, നിങ്ങള്, താങ്കള്, സ്വാമികള്, അതേപോലെ തന്നെ ബ്രാഹ്മണര്, ശാസ്ത്രികൾ, ഭീഷ്മർ, ദ്രോണർ, വൈദ്യർ, ദീക്ഷിതർ. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും എല്ലാം ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുലം കൂലം ശരിയായ അർത്ഥ ജോഡി ഏതാണ്? കുലം കൂലം എന്നതിൻ്റെ ശരിയായ അർത്ഥ ജോഡി ഏതാണ്? വംശം തീരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കുലം കൂലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വംശം തീരമാണ്. ഓക്കെ, അതാണ് കുലം കൂലം എന്നതിൻ്റെ ശരിയായ അർത്ഥ ജോഡി എന്ന് പറയുന്നത്. ഓക്കെ, അന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുളടഞ്ഞ, അന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം, അകം ഉള്ള്, അകം പർവ്വതം. അത് നമ്മൾ
ഓരോന്നും ഇപ്പോൾ നമ്മൾ ചെയ്യണമെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ എഴുതി പോയെങ്കിലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അത് നമുക്ക് എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ചിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു കിടിലം ബാച്ച് ഒരെണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ള് ക്ലാസ് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് LDC കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജാമാതാവ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞാണ്. ജാമാതാവ് എന്താണ്? മരുമകനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജാമാതാവ് എന്ന് വിളിക്കുന്നത് മരുമകനെയാണ്. ജാമാതാവ് മരുമകൻ. പുത്രന്റെ ഭാര്യയാണ് എന്ത്? സ്നുഷ എന്ന് പറഞ്ഞത്. പുത്രന്റെ പുത്രനാണ് പൗത്രൻ. പുത്രന്റെ പുത്രി എന്ന് പറയുന്നത് പൗത്രിയാണ്. മകളുടെ മകൾ ദൗഹിത്രി. മകളുടെ മകനാണ് ദൗഹിത്രൻ. അച്ഛന്റെ അച്ഛൻ പിതാമഹൻ. അച്ഛന്റെ അമ്മ പിതാമഹി. അമ്മയുടെ അമ്മയാണ് മാതാമഹി. മകളുടെ ഭർത്താവ് ജാമാതാവ്. ഭാര്യയുടെ പിതാവാണ് സ്വശുരൻ. ഇനി സഹോദരി പുത്രനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ മകളാണ് ഭാഗിനേയ. സഹോദരിയുടെ ഭർത്താവാണ് ശ്യാലൻ എന്ന് പറയുന്നത്. പിതൃ സഹോദരനാണ് താതകു എന്ന് പറയുന്നത്. താതകു ആണ് പിതൃ സഹോദരൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 73ാമത്തെ ചോദ്യമായിട്ടുള്ള ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം: ഞാൻ എത്ര താമസിച്ചു കിടന്നും കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ച് കിടക്കുകയോ കൃത്യമായി ഉണരുകയോ ചെയ്യും. ഓക്കെ, ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായ വാക്യം എന്നതാണ് ചോദിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായ വാക്യം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. നിങ്ങളും അങ്ങനെ തന്നെയാണോ? എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ എണീറ്റിരുന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ ദിവസവും ഏത് സമയത്ത് കിടന്നാലും നമ്മൾ ആ കൃത്യസമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. അങ്ങനെയാണെങ്കിൽ വടി കൊണ്ട് ഞങ്ങൾ ഇതിന് സമാധാനം ചോദിക്കും. വടി കൊണ്ട് ഞങ്ങൾ ഇതിന് സമാധാനം ചോദിക്കും. അത് ശരിയാണോ? അത് ശരിയല്ല. ഞങ്ങൾ ഇതിന് സമാധാനം വടി കൊണ്ട് ചോദിക്കും എന്നതാണ് ശരിയെന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അടുത്തത് NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന് തത്തുല്യമായി ഉപയോഗിക്കുന്ന പദം ഏതാണ്? നമ്മൾ പറയാറില്ലേ NOC വാങ്ങിയോ എന്നുള്ളത്. നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് NOC എന്ന് പറയുന്നത്. അപ്പോൾ NOC സർട്ടിഫിക്കറ്റിന് തത്തുല്യമായി ഉപയോഗിക്കുന്ന പദം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് തത്തുല്യമായി ഉപയോഗിക്കുന്നത്? അതാണ് നിരാക്ഷേപ പത്രം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നിരാക്ഷേപ പത്രത്തെയാണ് NOC, അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതാണ് നിരാക്ഷേപ പത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് ആണ് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇനി പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാലോ കൈവശാവകാശമുള്ള സാക്ഷ്യപത്രമാണ്. ഓക്കെ, അടുത്തത് അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം അലംഭാവം അലംഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി എന്നുള്ള ഭാവം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. മതി എന്നുള്ള ഭാവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അലംഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നയിക്കാൻ നിശ്ചയിക്കുന്നവനാണ് മിനീഷു. വഞ്ചിക്കാനുള്ള ആഗ്രഹമുള്ളവനാണ് തിപ്സു. ഭർത്താവിൽ നിഷ്ഠയുള്ളവനാണ് പതിവ്രത. കമലത്തിൽ നിന്നും ജനിച്ചവനാണ് കമലജൻ. ദീർഘവീക്ഷണമുള്ള ആളാണ് ക്രാന്തദർശി. ദിവസം തോറും എന്നത് ആണ് അന്വഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആർദ്രം, അപ്പൊ നമ്മൾ പറയാറില്ലേ ആർദ്രം എന്ന് പറയുന്നത്. ആർദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് നനവുള്ള. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ആർദ്രം, നനവുള്ള. ഓക്കെ, ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. അതേപോലെ തന്നെ ശുഷ്കം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത്. അതേപോലെ ധൂലിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞു കട്ടിക്കാണ് അങ്ങനെ പറയുന്നത്. കൗമുദി നിലാവ്. രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടാണ്. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമിക്കാണ് പൃഥ്വി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് സമതം, നമതം എന്ന് ചോദിച്ചാൽ മേഘമാണ്. വൃക്ഷം കാളയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോ, ഉപകാരപ്പെടും. അടുത്ത ചോദ്യം,
ചുവടെ ചേർക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആദേശസന്ധി. എന്താണ് ആദേശസന്ധി? അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നത് ഏതാന്ന് നോക്കി, അതാണ് ആദേശസന്ധി. ഏതാണ് ഇതിന്റെ അകത്ത് വരുന്നത്? അതായത് മലയാളത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 4 സന്ധികളെ കുറിച്ച് പഠിക്കാനുണ്ട്. ആദേശസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി. അതെല്ലാം കൂടി ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അതുകൊണ്ട് തീരത്തില്ല. സന്ധി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ആദേശസന്ധി കണ്ടുപിടിക്കാൻ, അതായത് മറ്റൊന്നും നോക്കണ്ട, വിഗ്രഹിക്കുമ്പോൾ പ്ലസിന് മുൻപ് ചന്ദ്രക്കല ഇട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അല്ലെങ്കിൽ അനുസാരമോ വരികയും ചേർത്ത് എഴുതുമ്പോൾ അവ വരാതിരിക്കുകയും ചെയ്യുന്നതാണ് ആദേശസന്ധി എന്ന് ഓർത്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. അതായത് ഇതിൻ്റെ അകത്ത് നോക്കിയേ, വിൺതലം, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, വിൺ പ്ലസ് തലമാണ് വിൺതലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? വിണ്ണാർ എന്ന് പറയുന്നതാണ്. വിണ്ണാർ. ഓക്കെ, വിണ്ണാർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ അകത്ത് ആദേശസന്ധി എന്ന് പറയുന്നത്. ഉദാഹരണമല്ലാത്തത്. ഓക്കെ, അപ്പോൾ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എന്ത്? വിണ്ണാർ. ബാക്കി എല്ലാം എന്താണ്? ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഋഷികളെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഋഷികളെ സംബന്ധിച്ചത് എന്താണ്? ഋഷികളെ സംബന്ധിച്ചത് എന്ന് പറയുന്നത് ഓക്കെ എന്താണ്? ആർഷ എന്നതാണ് ഋഷികളെ സംബന്ധിച്ച്. ഋഷികളെ സംബന്ധിച്ചെന്ന് ചോദിച്ചാൽ ആർഷ എന്നാണ് പറയുന്നത്. ഋഷികളെ സംബന്ധിച്ച്. മുനിയുടെ ഭാവമാണ് മൗനം എന്ന് പറയുന്നത്. മാനവനെ സംബന്ധിച്ചതാണ് മാനവികം. പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. ഇഹലോകത്തെ സംബന്ധിച്ചതാണ് ഐഹികം എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജാഗരം എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. ഉൽപ്പത്തിയെ സംബന്ധിച്ചതാണ് ഔൽപത്തീയം. ഔൽപത്തീയമാണ് ഉൽപ്പത്തിയെ സംബന്ധിച്ചത്. ഇനി ഉദ്യോഗത്തെ സംബന്ധിച്ചതാണ് ഔദ്യോഗികം എന്ന് പറയുന്നത്. നമ്മൾ പറയല്ലേ ഔദ്യോഗികമായിട്ട്. അപ്പോൾ ഉദ്യോഗത്തെ സംബന്ധിച്ചതാണ് ഔദ്യോഗികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏതാണ്? ഓക്കെ, സർക്കുലർ എന്നതിന് പകരം ഉപയോഗിക്കുന്ന ഭാഷാപദം ഏതാണ്? ഇതിനകത്ത് നോക്കിയേ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എന്താണ്? പരിപത്രം. പരിപത്രമാണ് എന്ത്? സർക്കുലർ എന്നതിന് പകരം ഉപയോഗിക്കാവുന്ന ഭാഷാപദമാണ് പരിപത്രം. അപ്പോൾ പരിപത്രമാണ്. അപ്പോൾ എന്താണ്? എന്താണ്? നമുക്ക് കുറച്ച് വേറെ സംഭവങ്ങൾ നോക്കാം. അഡ്ജുഡിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായവിധിയാണ്. അഡ്ജുഡിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായവിധി. അതേപോലെ തന്നെ ക്ലെയിമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശിയാണ്. ഒക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേലത്തിനാണ് ഒക്കേഷൻ എന്ന് പറയുന്നത്. വിൽ ഡീഡ് എന്ന് ചോദിച്ചാൽ വിൽപത്രമാണ് വിൽ ഡീഡ്. ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടത്തിനാണ് നമ്മൾ ലീസ് എന്ന് പറയുന്നത്. ലീസ് പാട്ടത്തിന് കൊടുക്കുക. മോർട്ടുഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണയമാണ്. മോർട്ടുഗേജ് പണയം. റിലീസ് ഡീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിമുറിക്കാണ് റിലീസ് ഡീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭാഷാ പദം ഏതാന്ന് ചോദിച്ചാൽ സർക്കുലറിൻ്റെ ആണ് ഏതെന്ന് പറയുന്നത്? പരിപത്രം എന്ന് പറയുന്നതാണ് സർക്കുലർ എന്നതിന് പകരം പ്രയോഗിക്കുന്ന ഭാഷാ പദമാണ് പരിപത്രം. ഓക്കെ, അടുത്തത് വൃദ്ധി. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദമായിട്ട് നമ്മൾ പറയുന്നത് ക്ഷയമാണ്. ക്ഷയം. ഓക്കെ, വൃദ്ധി എന്ന പദത്തിന്റെ വിപരീതമാണ് ക്ഷയം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വൃദ്ധി, ക്ഷയം. അധോഗതി, ഊർധഗതി. അധര, ഉത്തര. ആര്യൻ, അനാര്യൻ. ഇഹം, പരം. ഋജു, വക്രം. ശരം, അക്ഷരം. നിടിയ, കുറിയ. പരാധീനം, സ്വാധീനം. വൃഷ്ടി, സമഷ്ടി. ശീഘ്രം, മന്ദം. ശ്രേണി, ഏണി. ഹ്രസ്വം, ദീർഘം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഏകദേശം നിങ്ങളുടെ മുന്നിലേക്ക് 200ഓളം ചോദ്യങ്ങളും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ചോദ്യങ്ങളുടെ എല്ലാം നമ്മൾ എന്താണ് 4 ഓപ്ഷനുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട
ഒരു ക്ലാസ് ഉണ്ടാവും. അതേപോലെ തന്നെ SCRT NCRT ഫുൾ കവേർഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് കൂടി നിങ്ങൾക്ക് വേണ്ടി തരണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയത്തില്ല. ഒരു മാരത്തോൺ പോലെ തന്നെ ഒരു 3 മണിക്കൂറത്തേക്ക് SCRT NCRT ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സും, അതേപോലെ തന്നെ സയൻസിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു SCRT NCRT ക്ലാസ് കൂടി തരണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് 21 ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ കവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല. കാരണം ഞാൻ മാത്രം ഉള്ളത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. 6 ചോദ്യപേപ്പറിൽ മാത്രമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ചോദ്യപേപ്പർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഒന്ന് ഒരു 2 ടൈംസ് എങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയും, അതേപോലെ തന്നെ ഏതൊരു PSC ചോദ്യപേപ്പറുകൾ എടുത്തു കഴിഞ്ഞാലും അതിലൊരു 50 മാർക്കിലേക്കെങ്കിലും വരാവുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ടും പറ്റുമെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ 1Q PSC ടെലഗ്രാം ചാനലിൽ അംഗമാകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന്